السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. أجير حرمني وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട യൂനുസ് ബാക്കവി ഉസ്താദ്, ഈ പവിത്രമാക്കപ്പെട്ട വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ, ബഹുമാനപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ബഹുമാനപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒത്തുകൂടലിനെ അല്ലാഹു താൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒത്തുകൂടിയതുപോലെ അല്ലാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാൻ തൗഫീക്ക് ഞങ്ങൾക്ക് തരണമല്ലാഹ്. ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങളെ കൽബിൻ്റെ അകത്തുള്ള മുറാദുകൾ ഹാസിലാക്കി തരണമല്ലാഹ്. ഈ മുതഅല്ലിമീങ്ങളോട് കൂടെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകണമല്ലാഹ്. മരിച്ചുപോകവരെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ കൂലി എത്തിച്ചു കൊടുക്കണമല്ലാഹ്. മരിക്കുന്ന സമയം ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീക്ക് നൽകണമല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പൊന്മള ഫരീദ് മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവരുടെ നാമധേയത്തിൽ ഈ നാട്ടിൽ തുടക്കം കുറിക്കാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹിഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ ഉദ്ഘാടന പഠനാരംഭ മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഒത്തുകൂടിയിട്ടുള്ളത്. ഈ പുണ്യമാക്കപ്പെട്ട മജ്ലിസിൻ്റെ സാഹചര്യങ്ങളും ഈ മജ്ലിസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളെക്കുറിച്ചൊക്കെ മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങൾ നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കിയവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ മജ്ലിസിൻ്റെ ഈ പുണ്യമാക്കപ്പെട്ട സ്ഥാപനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. എല്ലാവരും വളരെ നല്ല ആത്മാർത്ഥമായിട്ടിരിക്കണം.
നമ്മൾ ഏതായാലും ഒരു വഅളിൻ്റെ മജ്ലിസിൽ വലിയ ഒരു സദസ്സിലാണ് നമ്മൾ പിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബഷീർ ബാക്കവി ഉസ്താദ് ഇവിടെ ചൊല്ലിത്തന്നു, കുട്ടികൾക്ക് പഠനാരംഭം കുറിച്ച് ചൊല്ലിക്കൊടുത്തു. ഈ ചൊല്ലിക്കൊടുത്ത വിദ്യാർത്ഥികൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാ. അവരെ കൂട്ടത്തിൽ നമ്മളും ചൊല്ലിയിട്ടുണ്ട്. ഈ ചൊല്ലിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പക്ഷേ വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാരായി മാറുമ്പോൾ അവരോട് കൂടെ നമ്മളും ഈ പഠനാരംഭത്തിൽ പങ്കെടുത്ത നമ്മക്കും രക്ഷപ്പെടാൻ കഴിയും. അൽഹംദുലില്ലാ, ഇത് അള്ളാഹു നമ്മക്ക് തന്ന വലിയൊരു തൗഫീഖാണ്, വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മളെ ഉമ്മമാരുടെ വാപ്പമാരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥാപനം ഇവിടെ വരിക എന്നത് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ, ഈ നാട്ടിലേക്ക് വരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, ഭാഗ്യമായിട്ടാണ് നാട്ടുകാരിതിനെ കണക്കാക്കേണ്ടത്. ഹിഫ്ള് പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജാണ് ആദ്യമായിട്ട് ഇവരിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ ഇതിൻ്റെ കൂടെ എല്ലാ ശ്രദ്ധയും മാറ്റിവെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. കുറച്ച് നേരം അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോകുക. അള്ളാഹു നമ്മുടെ ഇൽമിനെ ആഫിയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഈ സദസ്സ് അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെയൊക്കെ പ്രസംഗിച്ച പ്രഭാഷകന്മാർ, വലിയ വലിയ ആലിമ്യങ്ങൾ, വലിയ വലിയ മുദരിസ്സുമാർ, ഉസ്താദുമാർ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഇൽമ പഠിച്ചാൽ കിട്ടുന്ന കൂലി പറഞ്ഞു, ഇൽമുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞ് ഞമ്മക്കിത് രക്ഷപ്പെടണം. എന്തിനാണ് ഈ പുണ്യമാക്കപ്പെട്ട മജ്ലിസ് ഇവിടെ, എന്തിനാണ് ഈ പുണ്യമാക്കപ്പെട്ട സ്ഥാപനം ഇവിടെ വരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, ഞാൻ ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷെരീഫ് ഫൈസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇതിവിടെ വരാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ കുറിച്ച് മനസ്സിലാക്കി. മുഅ്മിനീങ്ങളെ, ബക്കറ്റുമായി സംഘാടകരങ്ങളെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഒരു പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മജ്ലിസിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന ദിവസം നിങ്ങൾ ഈ ബക്കറ്റ് നിങ്ങളെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു തുക, നല്ലൊരു സംഖ്യ ഈ കൊടുക്കുന്നത് ഇൽമിന് വേണ്ടിയാ, ഈ കൊടുക്കുന്നത് ഖുർആനിന് വേണ്ടിയാ, ഈ കൊടുക്കുന്നത് ഖുർആൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചിരിക്കുന്ന ആലിമീങ്ങൾ, ഹാഫിദീങ്ങളെ വാർത്തെടുക്കാനുള്ള ഒരു പരിപാടിയുടെ പ്രാരംഭത്തെ തുടക്കമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റ് മുമ്പിലേക്ക് വരുമ്പോൾ സാധാരണ കൊടുക്കും പോലല്ല, ഒന്ന് കാര്യമായിട്ട് തന്നെ നിങ്ങൾ ബിസ്മില്ല മനസ്സറിഞ്ഞുകൊണ്ട് ബക്കറ്റിലേക്ക് ഇടുക. അള്ളാഹുവേ, ഈ സ്വതക്ക ചെയ്യുന്നവർക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ കാവൽ കൊടുക്കണം അല്ലാ. ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗം നൽകണം അല്ലാ. മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് ഈ പവിത്രമാക്കപ്പെട്ട ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇവിടെ മർക്കസുൽ ഉലമ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഇവിടെ തുടങ്ങാൻ പോകാം. ഒരു വലിയ ആലിമ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു വലിയ ആലിമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കരയിൽ അറിയപ്പെട്ട ഒരു ദർസായിരുന്നു ബഹുമാനപ്പെട്ട പൊന്മള ഫരീദ് ഉസ്താദിൻ്റെ ദർസ്. ഇന്നും ആ ദർസിൽ 250 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഏതാകട്ടെ വളാഞ്ചേരിയിലാണ് ആ ദർസ്. ബഹുമാനപ്പെട്ട ബഷീർ ബാക്കവി ഉസ്താദ്, ആ ബഹുമാനപ്പെട്ടവരുടെ മകൻ ആ ദർസ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ദർസുകൾ സ്ഥാപിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇവിടെ വരാൻ പോകാണ്, ദർസ് വരാൻ പോകാണ്. അതിൻ്റെ തുടക്കത്തിലേക്ക്, പ്രാരംഭഘട്ടത്തിലേക്ക് ഒരു വീട് വാടകക്കെടുത്തുകൊണ്ടാണ് ഈ സംരംഭത്തിന് ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ കുട്ടികളുടെ, ഇന്നിവിടെ കുട്ടികളുടെ പഠനാരംഭം ആരംഭിച്ചു. ഇനി മുതൽ ഈ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാൻ പോകുമ്പോൾ ഈ രക്ഷിതാക്കന്മാരോട്, അതായത് ഈ നാട്ടുകാരോട്, ഇവിടെ കൂടിയിരിക്കുന്ന ഉമറാക്കളോട്, ഓരോരുത്തരോടും ഒന്ന് രണ്ട് കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇത് ഈ നാടിൻ്റെ ഒരു ഐശ്വര്യ, ഇതൊരു നാടിൻ്റെ ഐശ്വര്യ. ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു ദീനീ സ്ഥാപനം വരിക എന്ന് പറഞ്ഞാൽ എന്താ മെച്ചം? ഈ ദീനീ സ്ഥാപനം ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വന്നതിൻ്റെ മെച്ചെന്താ? 24 മണിക്കൂറും പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമുള്ള ഒരു നാടായിട്ട് ഈ നാട് മാറുക. കുറേ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ ഇവിടെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠനം നടത്തും. കുറേ കുട്ടികൾ ഹാഫിദീങ്ങളാകും, ആലിമീങ്ങളാകും. ഈ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ഹാഫിദീങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട
അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ഒരുപാട് പള്ളികളിലെ ഇമാമിങ്ങളാകും, ഒരുപാട് കോളേജിലെ ഉസ്താദുമാരാകും, ഒരുപാട് പള്ളിയിലെ മുദരിസമാരാകും, ഒരുപാട് പള്ളിയിലെ അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്നവരായി മാറും. ഇങ്ങനെ മാറുമ്പോൾ ഇതിനൊക്കെ കൂലി, ഇതിൻ്റെ ഒക്കെ അസിലെവിടെയാണ്? ഈ നാട്ടുകാർക്ക് അതിൻ്റെ കൂലി കിട്ടാൻ പോണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പുണ്യമാക്കപ്പെട്ട സ്ഥാപനം ഇവിടെ തുടങ്ങി വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാം. ഒന്നാമത്തെ സഹായം എന്താ അറിയോ? സാമ്പത്തികമായി കുറെ പൈസ കൊണ്ടേ കൊടുക്കലല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ സഹായം, ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അള്ളാഹുവിനോട് മനസ്സൊരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ്. നമ്മൾ എങ്ങനെ തുടങ്ങിയാലും അത് വിജയിക്കണമെന്നില്ല. വിജയിപ്പിക്കൽ അള്ളാഹുവാ. ഇത് കബൂലായി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരാൾ മാത്രമല്ല. നിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ദ്വാരക്കും ആ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും വീട്ടിൻ്റെ അകത്തിരുന്ന്, പ്രത്യേകിച്ച് ഉമ്മമാര്, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സുകൾക്കും മജ്‌ലിസിൽ പങ്കെടുത്ത പാവപ്പെട്ട ഉമ്മമാര്, നിങ്ങൾ നിസ്കാര കുപ്പാകത്തിൻ്റെ അകത്തിരുന്ന് പാതിരാ സമയം നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന ദുആയിൽ ഈ പുണ്യമാക്കപ്പെട്ട ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ സ്ഥാപനമാണ്. ഇത് നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമാണ്. ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകും. ഈ നാടിൻ്റെ അവസ്ഥകളൊക്കെ മാറാൻ പോകാൻ ഒരു സ്ഥാപനം ഒരു നാട്ടിലേക്ക് വന്നാൽ മാഷാ അല്ലാഹ്, അതിലൂടെ ഈ നാട്ടിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ, ഖൈറും ബർക്കത്തുകളും എത്തിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ ഒരു സംരംഭത്തിന് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്ക. എന്താ ദ്വാരക്കണ? പഠിച്ചോനെ, ഞങ്ങളെ നാട്ടിൽ പൊന്നുമോൾ ഉസ്താദിന്റെ പേരിൽ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ആ കോളേജിനെ ഉന്നതിയിലേക്ക് എത്തിക്കണേ, നീ കബൂലാക്കണേ, സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. സുബ്ഹാന റബ്ബി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു لكل حول من الأحوال مقتهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ ആദ്യത്തെ ഭവനമായിരിക്കുന്ന കഅബ ശരീഫിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും കൂടെ പരിശുദ്ധമാകപ്പെട്ട കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും കൂടെ പരിശുദ്ധമാകപ്പെട്ട കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ രണ്ടുപേരും ദുആ ചെയ്യുന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, ഞാനും എന്റെ പൊന്നുമോന് ചെയ്യുന്ന ഈ പ്രവർത്തനമില്ലേ, നീ സ്വീകരിക്കണമല്ലോ, നീ കബൂലാക്കണമല്ലോ, നീ സ്വീകരിക്കണമല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും കൂടെ ദുആ ചെയ്തിരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ, ഈ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇവിടെ ആരംഭിക്കുമ്പോ നമ്മുടെ സ്ഥാപനമാണ്. ഓരോ ഉമ്മമാര്, ഓരോ ഉപ്പമാര്, ഓരോ യുവാക്കൾ, ഓരോ യുവതികള്, നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒന്നാമത്തെ പണി എന്താ? പടച്ചവനെ, ഈ പ്രവർത്തനം നീ കബൂലാക്ക് അല്ലാഹ്. നിന്റെ ആളാരാ? കൂട്ടനാള് അത് കുറച്ചാലോ, ഇത് കുറച്ച് കൂട്ടിയാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബിയും കൂടെ ദ്വാരുന്ന പ്രാർത്ഥനയുടെ കാര്യം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇത് ഓഫാക്കി ഫാൻ ഓഫാക്കി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നീ പടച്ചവനെ ചെയ്ത പ്രവർത്തനം നീ കബൂലാക്കണം അല്ലാഹ് എന്നൊരു ഓഫാക്കി എൻ്റെ ഒച്ച പ്രശ്നം ഓഫാക്കി ഒച്ചയാണ് പ്രശ്നം. എൻ്റെ ഉമ്മമാരെ ഇതും വേണി ഓഫാക്കാം. ഇതും കുറച്ച് വെച്ചുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെ ദ്വാരന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണി എന്താ? ഇത് വിജയിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. ഇത് വിജയിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാകലും കുറെ കുട്ടികൾ പഠിക്കാൻ വരലുമല്ല. ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി നന്നായി കിട്ടണം. എന്നാലേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾക്ക് സത്യത്തിൽ ഇത് കൊണ്ട് ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ തിരക്കുള്ള ആൾക്കാരാ. എല്ലാവരും ഒരാൾക്കും ഫ്രീ ഉണ്ടായിട്ടല്ല ഇവിടെ വന്നിരിക്കണം. എല്ലാവർക്കും ചുറ്റുപാടും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും സമയമായിട്ടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എല്ലാം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. 1-2 കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് ദ്വാരക്കാം. നിങ്ങൾ ചെയ്യുന്നത് ഈ പണി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കണത്? ഇവിടെ കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കണമെന്നും ഉണ്ടാവില്ല. എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇൽമിനെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുക. അള്ളാഹു ഈ ഇരുത്തം നമുക്ക് സ്വർഗത്തിൽ വലിയ കൊട്ടാരം പകരം കിട്ടാൻ കാരണമാക്കി തെരുമാറാകട്ടെ. ഇനി ശ്രദ്ധിക്കും മോമിനിങ്ങളെ, ദീൻ ഇവിടെ നിലനിൽക്കണം. നമ്മളൊക്കെ നിർബന്ധമാണ് ദീൻ ഇവിടെ നിലനിൽക്കണം. അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കാൻ എങ്ങനെയാ? ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്വഹാബത്തും റസൂലൊക്കെ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. കഷ്ടപ്പാട് സഹിക്കാന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഇവിടെ തുടങ്ങാൻ ഇതിന്റെ പിറകിൽ കുറെ അധ്വാനമുണ്ട്. കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോവുക. എന്നാലും ആ സഹിക്കുന്ന ബുദ്ധിമുട്ടിനൊക്കെ ഒരു രസം കിട്ടാനുണ്ട്, ഒരു ത്രില്ല് വരാനുണ്ട്. അത് എന്താ? നമ്മൾ എല്ലാവരും ഇതിൻ്റെ ഒരു പ്രവർത്തകന്മാരായി മാറുന്ന ടൈമിൽ നമ്മളെ ഹൃദയത്തിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ആത്മീയമായിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും കൂടെ ഈ ദീൻ ഇവിടെ പടർത്തുയർത്താൻ വേണ്ടി 40-ാമത്തെ വയസ്സിലാ മുത്തുനബിക്ക് നുബുവത്ത് കിട്ടുന്നത്. 40 വയസ്സ് വരെ റസൂലാന്റെ പേരെന്താ മക്കയിൽ? അൽ അമീൻ. എല്ലാവരും കേട്ടതല്ലേ? 40 വയസ്സ് വരെ റസൂലാന്റെ പേരെന്തേനി? അൽ അമീൻ, വിശ്വസ്തൻ. ഇതാരിട്ട പേരാ? മക്കയിലെ എല്ലാവരും ഇട്ട പേരാ, മക്കക്കാരിട്ട പേരാ അൽ അമീൻ. കഅബ ഷരീഫിന്റെ പുനർനിർമ്മാണം നടത്തുമ്പോൾ ഹജറുൽ അസ്വദ് യഥാർത്ഥ സ്ഥാനത്ത് ആര് വെക്കണമെന്ന തർക്കം വന്നപ്പം റസൂലാക്ക് മുത്തുനബിക്ക് 35 വയസ്സാ. അന്ന് ആ തർക്കത്തിന് മധ്യസ്ഥ വഹിച്ചതും അതെടുത്ത് വെച്ചതും ആരായിരുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. 35-ാമത്തെ വയസ്സിൽ മുത്തുനബി എല്ലാവർക്കും സർവസമ്മതന. നല്ല രസമുള്ള ജീവിതം. എന്താണ് ആളുകൾക്ക് ഇഷ്ടം? കണ്ടോലക്ക് അല്ലമീൻ 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 എന്ന് പറഞ്ഞ റസൂലാനെ വല്ലാതെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. 40-ാമത്തെ വയസ്സിൽ പരിശുദ്ധ റമദാൻ 20 റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഹബീബാകെ മുത്തുനബിക്ക് വഹീ വന്നു. പരിശുദ്ധ ഖുർആൻ. ഏതാ സൂറത്ത്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ സൂറത്ത് റസൂലയിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തു. ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും സംഭവം അറിയാം. റസൂല ജബലുന്നൂറിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി പനിച്ച് വറക്കുന്നുണ്ട് റസൂല ഖുർആൻ ഇറങ്ങിയിട്ട്. കാരണം ഖുർആൻ ഇറങ്ങുക, റസൂലയിലേക്ക് ഇറങ്ങുക. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. നമ്മൾ ഇന്ന് ഓതുന്ന സൂറത്താ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ. ഈ ഖുർആനിനെ ഞാൻ ഒരു പർവ്വതത്തിന്റെ മുകൾ ഭാഗത്താണ് ഇറക്കിയതെങ്കിൽ ഖുർആനിന്റെ ഗാംഭീര്യം കൊണ്ട് പർവ്വതം പൊടിയാകുമായിരുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. മുത്തുനബിക്ക് വഹയി വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വേർത്തൊലിക്കാറുണ്ടായിരുന്നു. ഹബീബാകെ മുത്തുനബിക്ക് പരിശുദ്ധമാക്കപ്പെട്ട അറഫാ ദിവസത്തിന് അല്യവും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്തിറങ്ങിയത്. അപ്പോൾ റസൂലാന്റെ ഒട്ടകത്തിന്റെ കസ്വാഗ് എന്ന ഒട്ടകത്തിന്റെ പുറത്താ മുത്തുനബിക്ക് വഹയി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒട്ടകം ഇതിന്റെ ഭാരം കൊണ്ട് ബഹുമാനപ്പെട്ട റസൂലാന്റെ ഒട്ടകം മുട്ടുകുത്തി നിന്നുപോയി, കാല് മടങ്ങിപ്പോയി ഭാരം കൊണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹബീബാകെ റസൂലാക്ക് ശക്തമായ പനിച്ച് വറക്കുന്നുണ്ട്. നേരെ പോയത് എവിടേക്കാ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹന്റെ വീട്ടിൽ. സമ്മിലൂനി ഖദീജ,
എന്നൊന്ന് പുതപ്പിട്ടു മൂടൂ ഖദീജ, എന്നൊന്ന് പുതപ്പിട്ടു മൂടൂ ഖദീജ, എന്നൊന്ന് പുതപ്പിട്ടു മൂടൂ ഖദീജ. ഖദീജ ബീവി സ്വീകരിക്കുന്നു, കൊണ്ടുപോയി കിടത്തുന്നു, പുതപ്പിട്ട് മൂടുന്നു. നല്ലോളം മുത്തുനബിനെ സമാധാനിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലെടുത്ത് ഖദീജ ബീവിൻ്റെ മടിയിൽ കയറ്റി വെച്ച് കൈകളെ കൊണ്ട് കാലിൻ്റെ അടിയിൽ ഒരതി ചൂട് പിടിപ്പിച്ചു എന്ന. എന്തിന്? ഹബീബാഗ് റസൂലാന്റെ ഈ പനിച്ച് വറക്കുന്ന ശരീരത്തിനൊന്ന് ചൂട് കിട്ടാൻ വേണ്ടി. അല്പം ആശ്വാസം വന്നപ്പോഴാ ചോദിക്കുന്നത്, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു? അപ്പോളാ ഹബീബാഗ് മുത്തുനബിക്ക് സംസാരിക്കാനും പ്രയാസം, വർത്തമാനം പറയാനും കഴിയുന്നില്ല. എന്നാലും റസൂലുള്ളാഹിന്റെ സംസാരത്തിൽ ജിബിരീൽ 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 എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞത് ഇങ്ങനെ പൂർത്തിയാക്കാൻ റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ട്. ഖദീജ ബീവി റസൂലുള്ളാഹിനെ ഉറക്കിക്കിടത്തി ഖദീജ ബീവിന്റെ എളാപ്പയായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് ഖദീജ ബീവി ഓടിച്ചെന്നു. എളാപ്പാനെ കണ്ടിട്ട് ചോദിക്കും, എളാപ്പ ആരാണ് ഈ ജിബിരീൽ? എളാപ്പ ഇരിക്കുന്ന എളാപ്പാനോട് ചോദിക്കാൻ, ആരാണ് ഈ ജിബിരീൽ? സുബ്ഹാന റബ്ബി ദുന്നി ഉബൈദും മഅബദു സൈദും സിയാദും മർതദു ദോ കൈനു സഅദും ഖാനിദു ആബു ഖുസൈമത അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ ഉമ്മമാരുപ്പമാരെ മറക്കല്ല. ബഹുമാനപ്പെട്ട ഖദീജ ബീവി ചോദിക്കുന്ന എളാപ്പാ, ആരാണ് ജിബിരീൽ? ബഹുമാനപ്പെട്ട വറഖത്തിന് ഉപയിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ ചാടി എങ്ങണീറ്റോ ചോദിക്കുന്ന ഖദീജ, എവിടുന്നേ ഈ പേര് കിട്ടിയത്? ആരാ നിങ്ങളോട് ഈ പേര് പറഞ്ഞത്? എവിടുന്നാണ് ജിബിരീൽ എന്ന പേര് നിന്നോട് ആരാ പറഞ്ഞിട്ടുള്ളത്? ഇത് കേട്ടപ്പോഴാണ് ഖദീജമ്മ പറയുന്ന, എളാപ്പാ ഒന്ന് കാര്യം പറയൂ, ആരാണ് ജിബിരീൽ? അപ്പോഴും ചോദിക്കുന്ന ഖദീജ, എവിടുന്ന് കിട്ടി പേര്? അപ്പോഴും ചോദിക്കുന്ന, ആരാണ് ഈ ജിബിരീൽ? അവിടുന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഖദീജ ബീബിനോട് വറഖത്തങ്ങ് പറയുന്ന, ഖദീജ ഈ ലോകത്തുള്ള പ്രവാചകന്മാർക്ക് വഹയുമാകെത്തുന്ന മലക്കിന്റെ പേരാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം അങ്ങ് പറയുമ്പോ ഇത് കേട്ടിരിക്കുന്ന ഖദീജമ്മ പറയുന്നു, എന്നാ ആ പറയപ്പെട്ട മലക്ക് എന്റെ ഭർത്താവായിരിക്കുന്ന മുഹമ്മദിന്റെ അരികിൽ വന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എത്തി നിൽക്കുന്നു. അവിടുന്ന് ഓടി ഓടി ചെന്ന് പനിച്ചു കിടക്കുന്ന റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഹദിയായിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമായിട്ടുണ്ടെങ്കിലേ അവിടുന്നാണ് പരിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങാ. ഈ പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കലാമായിരിക്കുന്ന ഖുർആനിനെ ജിബ്രീലാണ് ഹബീബായിരിക്കുന്ന റസൂലിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് കൈമാറുന്നു, സ്വഹാബത്ത് താബീഇന് കൈമാറുന്നു. അങ്ങനെ കാലഘട്ടം ഇങ്ങനെ മാറി 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 വന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെ കയ്യിലേക്ക് പരിശുദ്ധ ഖുർആൻ എത്തിയെങ്കിൽ ആ ഖുർആനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണോ. അതുകൊണ്ട് ഖുർആനെ പഠിച്ചിരിക്കുന്ന ഒരുപാട് മക്കള് ഈ ദുനിയാവിന്റെ അകത്ത് വേണോ. ഒരുപാട് ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്ന കുട്ടികൾ വേണോ. അവരെ കുറിച്ചാണ് ഹാഫിദീങ്ങൾ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് ഈ
നാട്ടിലും പരിശുദ്ധമാകപ്പെട്ട ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ, ഈ പരിശുദ്ധ ഖുർആൻ ഈ രാജ്യത്തെ ഈ പ്രപഞ്ചത്തിലെ ഈ രൂപത്തിൽ പടർത്താൻ, ഈ രൂപത്തിൽ വ്യാപിപ്പിക്കാ, അന്ന് മുത്തുനബിക്ക് ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്നു, ഒരുപാട് ആട്ടും തുപ്പും കേൾക്കേണ്ടി വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിന്റെ വചനങ്ങൾ ഓതി കൊടുക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമാകപ്പെട്ട തൗഹീദിന്റെ മന്ത്രങ്ങളെ ഓരോരുത്തർക്ക് റസൂൽ അങ്ങനെ കൈമാറുമ്പോളാ അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചവർ റസൂലാനെ തെറി വിളിക്കാൻ തുടങ്ങി, ഹബീബിനെ കളിയാക്കാൻ തുടങ്ങി, മുത്തുനബിനെ എതിർക്കാൻ തുടങ്ങി. ഒട്ടകത്തിന്റെ കുടൽമാല ചീഞ്ഞലിഞ്ഞ് കിടക്കുന്ന കുടൽമാല ഹബീബാരിക്കുന്ന മുത്തുനബിന്റെ കൈത്തിൽ കൊണ്ടുവന്നിട്ടില്ലേ? പല ഭാഗത്തും കല്ലിന്റെ ഏറ് കിട്ടാൻ തുടങ്ങി, മണ്ണ് കൊണ്ട് എറിയാൻ തുടങ്ങി, ചണ്ടിച്ചവറുകൾ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് വലിച്ചിടാൻ തുടങ്ങി. പ്രയാസപ്പെട്ട് തീരുന്നില്ലേ? എന്നാലും അല്ലാഹുവിന്റെ റസൂലെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോളാ ഒരു ദിവസം മുത്തുനബിനെ ഒരുപാട് അക്രമങ്ങൾ പ്രയാസങ്ങൾ മുത്തുനബിക്ക് നേരെ ശത്രുക്കൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോളാ ഹബീബാരിക്കുന്ന മുത്തുനബിന്റെ മൂത്താപ്പയാരിക്കുന്ന അബൂ തോലിബ് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയുന്ന, മോനെ എന്തിനാണ് ഈ ആട്ടും തുപ്പും കേൾക്കുന്നത്? എന്തിനാണ് ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്? പഴയ രൂപത്തിലങ്ങ് ജീവിച്ചാൽ പോരെ? മൂത്താപ്പാനെ കൈ പിടിച്ചിട്ട് പറയുന്ന, ഇല്ല ഇല്ല, എന്നെ ഇഞ്ചിഞ്ചാക്കി നുറുക്കിയാലോ ഞാൻ ഈ പ്രചരിപ്പിക്കുന്ന ദീനീ പ്രബോധനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്മാറുക ഇല്ല. ഇതെന്റെ അല്ലാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാ എന്റെ റബ്ബെന്നെ തെരഞ്ഞെടുത്തതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചൊന്നുമല്ല കാലഘട്ടത്തിലെ ബുദ്ധിമുട്ട്. ഒറ്റ ബുദ്ധിമുട്ടിന്റെ കഥ പറയട്ടെ ഞാൻ. നമ്മളിന്ന് ഇവിടെ ഇരിക്കാൻ നമുക്കൊക്കെ സൗകര്യങ്ങളും സുഖങ്ങളും കൂടുതലാണ്. നമ്മളൊന്ന് ചിന്തി ഒറ്റ കാര്യം, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച് ഖുർആനിന്റെ അന്ന് ഖുർആൻ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നത് രഹസ്യമായിട്ടാണ്, പരസ്യമായിട്ട് ഓതിക്കൊടുക്കാൻ പറ്റൂല. ആരെങ്കിലും ഒരാൾ ഖുർആനിനെ പരസ്യമായി ഓതിൽ ഒരാൾ അടിക്കും, കല്ലെടുത്തെറിയും. അതുകൊണ്ട് തന്നെ അബൂജഹലിന്റെ മുത്തുബത്തിന്റെ ശൈബത്തിന്റെ നയമ ഇനി ഈ മക്കയിൽ ജീവിക്കുന്ന സമയം ഖുർആൻ പരസ്യമാക്കി ഓതാൻ പറ്റൂല. വലിയ രഹസ്യമായിട്ട് ഇങ്ങനെ ദീൻ പ്രബോധനം നടക്കുന്നു. മുത്തുനബി ഇങ്ങനെ ജീവിക്കുമ്പോഴാ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, അന്ന് അടിമയാണ് ബിലാൽ, പാവപ്പെട്ട മനുഷ്യൻ, ഇത്തോപ്യക്കാർ, കറുത്ത വർഗത്തിൽപ്പെട്ട ആളാ ബിലാൽ. മക്കയിൽ അടിമകൾക്ക് അന്നുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് വസ്ത്രം കൊടുക്കൂല, അടിമകൾക്ക് കിടക്കാൻ വീട് കൊടുക്കൂല, അടിമകൾക്ക് കുടിക്കാനുള്ള വെള്ളം വരെ കൊടുക്കൂല, അടിമകൾക്ക് ഒന്നും കൊടുക്കാത്തൊരു കാലഘട്ട. അതിലേറ്റവും ദുഷ്ടനായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ അടിമയായിരുന്നു സയ്യിദുനാ ബിലാൽ. ബിലാൽ തങ്ങ റസൂലാനെ കുറിച്ച് കേട്ടു, മുത്തുനബിനെ കുറിച്ച് കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടപ്പം കൽബിലേക്ക് ഈമാൻ വരുന്ന രംഗ, ആ രസം എന്താണ്? ആ രസം ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നു എന്ന് നിങ്ങൾ മാത്രമല്ല അറിഞ്ഞത്, എത്രയോ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇവിടെ വരാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. അത് ഓരോ ഭാഗ്യക്കോട്. നമുക്ക് അള്ളാഹു തൗഫീഖ് തന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ഖുർആനിന്റെ ഈ സ്ഥാപനം ഇവിടെ വളരുമ്പോൾ ഇതിന്റെ തുടക്കം പഠനാരംഭത്തിൽ ഞാൻ പങ്കെടുത്തവനാണെന്ന് പിൽക്കാലത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലാനെ കുറിച്ച് കേട്ടു. റസൂലാനെ കാണാൻ പോകണം. 2 തടസ്സം ബിലാൽ തങ്ങൾക്കുണ്ടായിരുന്ന 2 തടസ്സം. ഒന്നാമത്തെ തടസ്സം, എൻ്റെ യജമാനായിരിക്കുന്ന ഉമയ്യത്ത് അറിഞ്ഞാൽ എന്നെ കൊല്ലും, എന്നെ അടിക്കും, എന്നെ ആക്രമിക്കും. ഉമയ്യത്ത് അറിഞ്ഞാൽ റസൂലാനത്തേക്ക് പോകാൻ പറ്റൂല, ഇനി പോയാൽ എന്നെ ആക്രമിക്കും. ഇതാ ഒന്നാമത്തെ തടസ്സം. 2ാമത്തെ തടസ്സം, ആ തടസ്സം ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട് ബിലാൽ കരുതി, നീ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, എന്നാലും എനിക്ക് കാലത്ത് പോകണം, റസൂലിനടുത്തേക്ക് പോകണം എന്ന് കരുതിയപ്പോഴാണ് 2ാമത്തെ തടസ്സം തേനി, ബിലാൽ തങ്ങൾക്ക് ധരിക്കാൻ വസ്ത്രമുണ്ടായിരുന്നില്ല.
വസ്ത്രം ധരിക്കാനില്ല. പിന്നെ ഔറത്ത് മറക്കാൻ വേണ്ടി ഒരു കൊട്ട ഇങ്ങനെ അരയിൽ വെച്ച് കെട്ടും. ആ കൊട്ടയ്ക്ക് ചുറ്റും പുല്ല് കൊണ്ട് ഇങ്ങനെ മറക്കും. ഇതാണ് വസ്ത്രം. വസ്ത്രമില്ല. അപ്പൊ ഈ വസ്ത്രമില്ലാതെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് എങ്ങനെ പോകും പടച്ചോനെ? ഈ പ്രപഞ്ചത്തിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ വസ്ത്രമില്ലാതെ പോകുമെന്ന വിഷമം കൊണ്ട് ദിവസങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തള്ളി നീക്കി രാത്രി ഉറക്ക് പോയി എങ്ങനെങ്കിലും റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, ഭയങ്കര ആഗ്രഹം. അവസാനം ബിലാൽ തീരുമാനിച്ചു രാത്രി സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ പോകാം. രാത്രിയാകുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ നിന്നാൽ എൻ്റെ വസ്ത്രമില്ലാത്ത അവസ്ഥ ആര് അറിയില്ല, റസൂൽ അറിയില്ല. അങ്ങനെ രാത്രിയിൽ പോകാൻ തീരുമാനിച്ചു. ഈ കൊട്ട കൊണ്ട് അരയുടുപ്പ് കെട്ടി, ഔറത്ത് മറക്കാൻ വേണ്ടി കൊട്ട കൊണ്ട് കെട്ടി ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ഹബീബായ മുത്തുനബിന്റെ വീട്ടിലേക്ക് രാത്രിയിൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ദാറുൽ അർഖമിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് വന്നില്ല, പിറകിൽ വന്നു. പിറകിലെ ഡോറ് മെല്ലെ മുട്ടി, മെല്ലെ 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 പേടിച്ച് വിറച്ചു മുട്ടി. അപ്പം റസൂൽ ഉറങ്ങിയിട്ടില്ല. ചോദിച്ചു, ആരാ വീട്ടിന്റെ കതക് മുട്ടുന്നത്? വറക്കുന്ന ശബ്ദത്തോടെ പാവപ്പെട്ട ബിലാൽ പറഞ്ഞു, ഉമയ്യത്തിന്റെ അടിമ, കറുത്ത വർഗത്തിൽപ്പെട്ട ബിലാലാ നബിയെ ഈ മുട്ടിക്കൊണ്ടിരിക്കുന്നത്, ബിലാലാണ് നബിയേ. ഇതങ്ങ് പറഞ്ഞു തീരുമ്പോഴേ റസൂല പറഞ്ഞു, മർഹബം ബിലാൽ, ബിലാലിന് സ്വാഗതം, ബിലാലിന് സ്വാഗതം, ബിലാലിന് സ്വാഗതം. ബിലാൽ പറയുന്നുണ്ട്, ഈ സ്വാഗതം മർഹബെന്ന് കേട്ടപ്പോഴേ എൻ്റെ കൈക്കാലുകൾ വിറച്ച് എൻ്റെ കണ്ണെന്നൊരു തുള്ളി കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. കാരണം ആദ്യമായിട്ടാ എന്നോടൊരാൾ സ്വാഗതം പറയുന്നത്, ആദ്യമായിട്ടാ എൻ്റെ സംസാരത്തിനൊരാൾ പ്രതികരിക്കുന്നത്, ആദ്യമായിട്ടാ എന്നോടൊരാൾ മിണ്ടുന്നത്. മുത്തുനബി ബിലാലെ ഒന്ന് എൻ്റെ മുന്നിലേക്ക് വരൂ, ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ എന്ന് റസൂല പറഞ്ഞപ്പോ ബിലാൽ അവിടെ തന്നെ നിന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് മുന്നിലേക്ക് വരാൻ കഴിയില്ല. എന്താ വരാൻ തടസ്സോ? വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ലല്ലോ. അത് റസൂലാനെ അറിയിക്കാതെ ബിലാൽ പറയുന്നു, നബിയെ സുബ്ഹാന റബ്ബി, എന്റെ ഉമ്മമാരുപ്പമാരെ മറക്കല്ല, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹുവിന്റെ കണ്ണുനീരോടെ പറയുന്നു, നബിയേ നിങ്ങൾ എന്നോട് മിണ്ടിയല്ലോ നബിയേ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം നബിയേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്ത് എനിക്ക് ഓതി തരണം നബിയേ. മുന്നിലേക്ക് എനിക്ക് വരാൻ കഴിയില്ലയാ റസൂലല്ലാഹ്. അപ്പോഴും റസൂലുള്ള വിളിക്കുന്ന ബിലാലേ, എന്റെ വീട്ടിന്റെ പിറകിലാ നിങ്ങളുള്ളത്, ആ വീട്ടിന്റെ പിറകിന്ന് മുന്നിലേക്ക് വരാകുന്ന തടസ്സമാ നിങ്ങൾക്കുള്ളത്. എന്ത് തടസ്സമാണെന്ന് ചോദിക്കുമ്പോ ബിലാൽ പറയുന്ന, നബിയേ ഉമയ്യത്തിന്റെ ഒട്ടകത്തിന്റെ കൂട്ടിനാണ് ഞാൻ കിടക്കാറ് നബിയേ, ഉമയ്യത്തിന്റെ ഒട്ടകത്തിന്റെ കൂട്ടിനാണ് ഞാൻ കിടക്കാ. അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിൽ മൊത്തം അതാ ഒട്ടകത്തിന്റെ ചാണകമുണ്ട് നബിയേ, ഒട്ടകത്തിന്റെ മൂത്രമുണ്ട് നബിയേ. എനിക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടാറില്ല, പിന്നല്ലേ ഞാൻ കുളിക്കുന്നത്. അതുകൊണ്ട് ഒട്ടകത്തിന്റെ കൂട്ടിൽ കിടന്നിരിക്കുന്ന എനിക്കതാ ഒട്ടകത്തിന്റെ ചാണകം എന്റെ ശരീരത്തിന്റെ അകത്തുണ്ട്. മുന്നിലേക്ക് വരാൻ പ്രയാസമാണ് യാ റസൂലല്ലാഹ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ള പറയുന്ന, ബിലാലേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ബിലാലേ, നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരൂ, ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ റസൂല വീണ്ടും വീണ്ടും വിളിക്കുമ്പോ അവസാനം ബിലാല് പറയുന്ന, നബിയേ അത് മാത്രമല്ല തടസ്സം നബിയേ, എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന പാതിരാ സമയത്ത് ഞാൻ നിങ്ങളെ കാണാൻ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയില്ലേ? എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല യാ റസൂലല്ലാഹ്. ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ല നബിയേ, വസ്ത്രം ധരിക്കാത്ത ഞാനില്ലേ, എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടി ഒരു കൊട്ട കൊണ്ട് പുല്ല് കൊണ്ട് മറച്ചിരിക്കുന്ന നബിയേ. അതുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്കൊന്ന് വസ്ത്രമില്ലാതെ വന്ന് നിൽക്കാ എനിക്ക് മനപ്രയാസമുണ്ട് യാ റസൂലല്ലാഹ് എന്ന്
പറയുമ്പോൾ ആ മുത്തുനബിക്ക് കാര്യം പിടുത്തം കിട്ടുന്നു. റസൂലുള്ള വീട്ടിൽ നിന്ന് എണീക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബിലാൽ നിൽക്കുന്ന വീട്ടിന്റെ പിൻഭാഗത്തേക്ക് റസൂൽ അങ്ങോട്ട് നടന്നു ചെന്നു. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളെ കണ്ട റസൂലുള്ളാഹ് മുത്തുനബിന്റെ കൈ നീട്ടിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുമ്പോ ബിലാൽ ചോദിക്കുന്നു, നബിയേ എനിക്ക് നിങ്ങളെ കൈ പിടിക്കാ പറ്റുമോ നബിയേ? അടിമയായിരിക്കുന്ന എന്റെ കൈയും നേവരെ ഒരാളും തൊട്ടിട്ടില്ല, ഒരാളും പിടിച്ചിട്ടില്ല, ഒരാളും എനിക്ക് കൈ തന്നിട്ടില്ല. അറപ്പോടെ വെറുപ്പോടെ കാണുന്ന എനിക്ക് നിങ്ങൾ കൈ തരികയോ നബിയേ? ശരീരമാസകലം ചാണകം നജസും നബിയേന്റെ ചാണകവും ഒട്ടകത്തിന്റെ മൂത്രവോ തെറിച്ച് കിടക്കുന്ന എന്റെ കൈ നിങ്ങൾ പിടിക്കുമോ നബിയേ? ഇത് കേട്ടപ്പോഴാ മുത്തുനബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ തങ്ങളെ മൂർധാവില് മാറി മാറി ചുംബനം കൊടുത്തു. ബിലാൽ തങ്ങൾക്ക് ചുംബനം കൊടുക്കുമ്പോഴാ അവിടുന്ന് ബിലാൽ പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുസ്ലിമാകുന്ന ബിലാൽ റസൂലുള്ള മരണപ്പെട്ടപ്പോൾ ബിലാൽ മദീന വിട്ടുപോയില്ലേ? സ്വഹാബികളൊക്കെ ബിലാൽ തങ്ങളെ പിടിച്ചു വെച്ചില്ലേ മദീനയില്? അന്ന് ബിലാൽ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വഹാബാ എന്റെ ഉമ്മ വരെ എന്നെ ചുംബിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരു മനുഷ്യന്റെ ചുംബനം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് അറപ്പും വെറുപ്പുമില്ലാതെ എന്റെ നെറ്റിത്തടത്തൊരു ചുംബനം കിട്ടിയത് എന്റെ മുത്തുനബിന്റെ ചുംബനമാ. ആദ്യമായിട്ടൊരാൾ എന്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഹബീബായിരിക്കും റസൂലുള്ളാഹിന്റെ കൈകളാ. എന്റെ ഉമ്മമാരെ ബിലാൽ മുസ്ലിമാകുന്നു. ചുരുക്കി പറയട്ടെ, ഉമയ്യത്ത് വിവരം അറിയുന്നു. ഉമയ്യത്ത് ബിലാൽ തങ്ങളെ അടിക്കുന്നു. എല്ലാരും പലവട്ടം കേട്ട കഥയാ, ഞാൻ വിശദീകരിക്കുന്നില്ല. വസ്ത്രമില്ലാതെ മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തുന്ന ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളെ നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് പാറക്കല്ല് കയറ്റി വെക്കുന്നു. ആ പാറക്കല്ലിന്റെ മുകൾ ഭാഗത്ത് നൃത്തം ചവിട്ടുന്ന ഉമയ്യത്തിന്റെ കിങ്കരമ്മ. ബഹുമാനപ്പെട്ട ബിലാൽ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ഉമയ്യത്ത് കഷ്ടപ്പെടുത്തുന്ന വിവരം റസൂലുള്ള അറിയുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സ് വേദനിക്കുന്നു. മുത്തുനബി നേരെ ചെല്ലുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക്. സിദ്ദീഖിനോട് കാര്യം പറയുന്ന സിദ്ദീഖ്, ബിലാൽ മുസ്ലിമായി. ഉമയ്യത്ത് ബിലാലിനെ ആക്രമിക്കുന്ന സിദ്ദീഖ്. നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് പാറക്കല്ല് കയറ്റി വെച്ചിരിക്കുന്ന സിദ്ദീഖ്. പാറക്കല്ലിന്റെ മുകൾ ഭാഗത്ത് നൃത്തം ചവിട്ടുകയാ ഉമയ്യത്തിന്റെ കിങ്കരമ്മ. അപ്പോഴും ബിലാൽ അല്ലാഹു അഹദെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ദീഖ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള കണ്ണുനീരോടെ അവിടെ നിന്നിറങ്ങിപ്പോയി. അബൂബക്കർ തങ്ങൾ ചിന്തിക്കുന്ന, പടച്ചോനെ എന്തേ ചെയ്യുക? ആലോചിക്കുന്നു. വീട്ടിനകത്തതാ 1 കിലോ സ്വർണ്ണ നാണയം ഉണ്ടാകിരുന്നു. ഒരു വലിയതായിരിക്കുന്ന സ്വർണ്ണ നാണയം. അത് മുഴുവൻ മതാ കീസിന്റെ അകത്തേക്ക് കയ്യിൽ പിടിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ പുറപ്പെടുന്ന ഉമയ്യത്തിന്റെ അരികിലേക്ക് ചോദിക്കുന്നു, ഉമയ്യാ, ഈ പാവപ്പെട്ട മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഉമയ്യത്ത് പറയുന്ന, സിദ്ദീഖ് എന്റെ അടിമയാണ് ബിലാൽ, ഞാൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് ചോദിക്കുന്നു, ഉമയ്യാ, നീ പറയുന്ന വില ഞാൻ ബിലാലിന് തരാ. നീ പറയുന്ന വില മാർക്കറ്റ് വില നോക്കണ്ട,
നീ എത്ര വില പറയുന്ന വില ഞാൻ തരാ. ഒരിക്കലും അന്നത്തെ മാർക്കറ്റ് വിലയാകിരുന്നില്ല. ഒരു അടിമക്കുമില്ലാത്ത ഒരു വില ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് ഉമയ്യത്ത് പറഞ്ഞപ്പോ രണ്ടാമത് തർക്കിക്കാതെ വിലയങ്ങ് പൈസ അങ്ങ് എണ്ണിക്കൊടുത്തുകൊണ്ട് ബിലാൽ തങ്ങളെ വാങ്ങി. ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, ഹബീബായിരിക്കുന്ന മുത്തുനബിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഹബീബിനോട് പറയുന്ന നബിയേ, ഞാനിതാ സിദ്ദീഖ് ബിലാലിനെ വാങ്ങിയിരിക്കുന്ന നബിയേ, എന്റെ അടിമയായിട്ടല്ല, ഇന്നു മുതൽ ബിലാൽ സ്വതന്ത്രനാ നബിയേ. സിദ്ദീഖ് ബിലാലിനെ മോചിപ്പിച്ചിരിക്കുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എളീറ്റ് സിദ്ദീഖ് തങ്ങളെ കെട്ടിപ്പിടിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ്, ഇതിന് പകരം അല്ലാഹു നിങ്ങളെ നരകത്തും നഅ്തക്ക് ചെല്ലിയിരിക്കുന്നു. എൻ്റെ ഉമ്മമാരെ, ദീനിന് വേണ്ടിയാള് പണം കൊടുത്തവരാ സ്വഹാബത്ത്. അങ്ങനെയാ കഷ്ടപ്പെട്ട് ഈ ദീന് ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. ആ ദീനിന്റെ ഇന്നത്തെ പ്രബോധന മേഖല ഇതുപോലത്തെ സ്ഥാപനങ്ങളാണ്, ഇതുപോലത്തെ ദർസുകളാണ്. ആലോചിക്കും മുഅ്മിനേ, ഈ ദർസ് മദീന പള്ളിയിലാണ് ആരംഭിച്ചത്. ഈ ദർസ് മദീനത്തെ പള്ളിയിലാണ് ആരംഭിച്ചത്. ഈ ദർസ് മദീന പള്ളിയിലാണ് ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദ് 100-200 കുട്ടികളെ പഠിപ്പിക്കുന്ന വലിയ മുദരിസായിരുന്നു. ഇന്നും ഒരുപാട് പള്ളികളില് കഷ്ടപ്പെട്ടുകൊണ്ട് മഹല്ല് കമ്മിറ്റിക്കാരെ അൽഹംദുലില്ലാ ദർസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലെ ഒരു കുട്ടി 5 വയസ്സായിരിക്കുന്ന ഒരു കുട്ടിക്ക് മദ്രസയിൽ കൊണ്ടുപോയി നമ്മൾ ചേർത്തുന്നു. 5 വയസ്സായിരിക്കുന്ന കുട്ടിക്കതാ അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം, നിസ്കാരത്തെ കുറിച്ചും ഖുർആനിനെ കുറിച്ചോ ഫാത്തിഹ സൂറത്തിനെ കുറിച്ചോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാർക്കാ, ഈ നാട്ടിലുള്ള ഓരോ രക്ഷിതാക്കന്മാർക്കാ. എന്നാ നിങ്ങൾ ആലോചിക്കണേ, എനിക്ക് 4 മക്കളുണ്ട്. എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കാറില്ല, എനിക്കതിന് സമയം കിട്ടാറുമില്ല. എന്റെ മക്കൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എവിടുന്നാണ് അവരത് പഠിച്ചിട്ടുള്ളത്? ഞങ്ങളുടെ നാട്ടിലെ മദ്രസയിൽ വെച്ചുകൊണ്ടാ പഠിച്ചിട്ടുള്ളത്. ഈ മദ്രസന്റെ ബിൽഡിംഗ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, മദ്രസന്റെ കമ്മിറ്റിക്കാരുണ്ടാകിട്ട് കാര്യമില്ല. 1 ലക്ഷത്തിൽ ചില്ല 2 ലക്ഷത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഇന്ന് കേരളത്തിന്റെ അകത്തും പുറത്തും അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എവിടുന്നാ 2 ലക്ഷം മുഅല്ലിമീങ്ങളെ ആരാ ഉണ്ടാക്കിയത്? എവിടുന്നാണ് ഉണ്ടായത്? അവരെങ്ങാനും ഈ നാട്ടിലില്ലെങ്കിൽ നമ്മളെ മക്കൾ എവിടുന്നാ ഫാത്തിഹ പഠിക്കുക? നമ്മളെ മക്കൾ എവിടുന്നാ ദീന് പഠിക്കുക? അത് എവിടുന്നാണ് മുഅ്മിനീങ്ങളെ? ഇതുപോലത്തെ സ്ഥാപനത്തിലൂടെ, ഇതുപോലത്തെ പള്ളി ദർസിലൂടെ ഉണ്ടായതാ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ ആരംഭിച്ചിരിക്കുന്ന പുണ്യമാകപ്പെട്ട ദർസിന്റെ പാരമ്പര്യോ പരപരിശുദ്ധമാകപ്പെട്ട ദീനീ പ്രബോധനോ അതിന്റെ ഒരു സ്ഥാപനമാണ് ഈ നാട്ടിലും ഇൻഷാ അല്ലാഹ് വന്നുകൊണ്ടിരിക്കുന്നത്, വന്നിട്ടുള്ളത്, തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് കൈവിന്റെ പരമാവധി ഈ പുണ്യമാക്കപ്പെട്ട സ്ഥാപനത്തെ സഹായിക്കുന്നവരാകളോ. അല്ലാഹുവേ, എന്റെ കൽബിന്റെ അകത്തുള്ള ഈമാൻ, ഞാൻ പഠിച്ചിരിക്കുന്ന ദീനെ എനിക്കെന്റെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ദീൻ പ്രബോധനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദീന് പഠിക്കുന്ന സ്ഥാപനത്തിന് എന്നെ കൊണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുന്നതാ. നീയത്ത് വെക്ക, അതിന് വേണ്ടി ഒരുങ്ങ. ഒറ്റ സംഭവം കൂടെ പറയാം. അങ്ങനെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും മുതഅല്ലിമീങ്ങളെ സഹായിക്കാനും ഇതിന് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ കിട്ടുന്നൊരു കൂലിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോളി. ഇത് ഇവിടെ ഉണ്ടായ രംഗം ഞാൻ പറഞ്ഞത് ഭയങ്കര കഷ്ടപ്പാടിലൂടെ ആ മുത്തുനബിയും സ്വഹാബകളും ഇതിവിടെ പടുത്തുയർത്തിയത്. നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോ ഏത് മഹല്ലത്തിലാ ദർസുള്ളത്? ഏത് മഹല്ലത്തിലാ ദർസുള്ളത്? ഞങ്ങളുടെ നാട്ടിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു യാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ വേറൊരാളുണ്ട്.
എൻ്റെ അനിയനുണ്ട്. ഞങ്ങളൊരു സ്ഥാപനം നോക്കാൻ വേണ്ടി ഇവിടെ താമരശ്ശേരി ഭാഗത്തേക്ക് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് വാഹനത്തിലുള്ള ഒരു ഉസ്താദ് പറഞ്ഞ് എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. നബിയ അറബി കോളേജ് ഉണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അതൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷത്തിൽ കിടക്കുക. അൽഹംദുലില്ലാഹ് 160ഓളം വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ഉദ്ഘാടനം. നടത്താൻ വരെ സ്ഥലയാതെ ഒരു വാടക വീട് വാങ്ങിയിട്ട് നമ്മൾ ആ പരിശുദ്ധമാക്കപ്പെട്ട ഹിഫ്ദുൽ ഖുർആൻ 12 കുട്ടികളുമായിട്ട് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫിരി മുത്തുക്കോയ തങ്ങളെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വിളിച്ചപ്പം ഉസ്താദ് പറഞ്ഞ് ഞാൻ എവിടേക്കാണ് ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടത്, കരിപ്പൂരാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കരിപ്പൂർക്ക് വന്നിട്ട് കാര്യമില്ല, അവിടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ ഒന്നുമില്ല. ഒരു എയർപോർട്ടിൻ്റെ പുറത്ത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു വീടുണ്ട്, ആ വീട്ടിൻ്റെ മുറ്റുമില്ല. അതുകൊണ്ട് അവിടെ ഉസ്താദിനെ കൊണ്ടുവരാനുള്ള ഒരു സ്റ്റേജും കെട്ടാനൊന്നും സംവിധാനമൊന്നുമില്ല. ഞങ്ങൾ കുട്ടികളുമായിട്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാം. അങ്ങനെ പറഞ്ഞ് ജാമിയ ജലാലിയ എന്ന് പറയുന്ന അറബി കോളേജിലേക്ക് 12 വിദ്യാർത്ഥികളുമായി പോയിട്ട് അവിടുന്ന് ഞങ്ങൾ ചൊല്ലിപ്പിച്ചു. ഉദ്ഘാടന കർമ്മം തുടങ്ങി. മാഷാ അല്ലാഹ് ഇന്നത് 160ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ സ്ഥാപനം അങ്ങനെ ഞങ്ങളൊരു വേറൊരു വിഷയത്തിന് വേണ്ടി ഞങ്ങൾ യാത്ര പോകുമ്പോൾ കരിപ്പൂര് കുമ്മിണിപ്പറമ്പിലെ നമ്മളെ സ്ഥാപനം, അത് കഴിഞ്ഞ് കരിപ്പൂർ അങ്ങാടിയിലുണ്ട് ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് മഹല്ല് കമ്പനി നടത്തുന്ന സ്ഥാപനം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയാൽ തറയിട്ടാലുണ്ട് വേറെ ഒരു ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ പേര് തുടങ്ങിയ ഒരു ഹിഫ്ദ് കോളേജ്. ഈ 3 സ്ഥാപനം നമ്മളെ പരിസരത്ത് ഇങ്ങനെ ഉണ്ടായപ്പം കൂടുതൽ ഉസ്താദ് പറഞ്ഞപ്പോൾ സ്ഥാപനങ്ങളൊക്കെ ഒരുപാടായി ഇവിടെ തന്നെ 3 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, സ്ഥാപനം ഒരുപാടായിട്ടില്ല. സത്യത്തിൽ പണ്ടത്തെ ആൾക്കാരെ അപേക്ഷിച്ച് സ്ഥാപനം കുറവാണ്. പണ്ട് ഇത് പള്ളിയിലേനി സ്ഥാപനങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ കണക്കൂട്ടി. എൻ്റെ മഹല്ലത്തിൽ ആഞ്ചറക്കൽ പള്ളിയിൽ ദർസുണ്ടേനി, എൻ്റെ അപ്പുറത്ത് കുമ്മിണിപ്പറമ്പ് ചോലക്കൽ പള്ളി ദർസുണ്ടേനി, കടക്കോട്ടിൽ പള്ളി ദർസുണ്ടേനി, പുന്നത്ത് ദർസുണ്ടേനി, തറട്ടാല ദർസുണ്ടേനി. ഈ 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 7 ദർസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ കുറഞ്ഞിക്കാണോ കൂടിക്കാണോ? കുറഞ്ഞിക്ക. ഇത് സ്ഥാപനങ്ങളായി മാറി ദർസുകളൊക്കെ അസ്തമിച്ചു പോയി. അതിന് പല കാരണങ്ങളുണ്ട്. ദർസുകൾ ഇങ്ങനെ കുറഞ്ഞു പോകുക. ഒരു ദർസിൻ്റെ ഒരു പോസ്റ്റ് കിട്ടാനില്ല. ഉസ്താദന്മാരെ കണ്ടമാനുണ്ട്, പക്ഷേ ദർസ് നടത്താൻ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ പേടിയ. കുട്ടികൾ എണ്ണം കൂടാൻ പറ്റൂല. എൻ്റെ 5 കഴിഞ്ഞ കൊല്ലം ദർസ് നടത്തി 20-30ഓളം വിദ്യാർത്ഥികളുണ്ടേനി. അപ്പം ഈ കൊല്ലം പുതിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കണം. അപ്പം മഹല്ല് കമ്മിറ്റി ഇപ്പം ഞങ്ങൾക്കൊണ്ട് താങ്ങൂല, പ്രയാസമാണ്. അപ്പോൾ അവിടുന്ന് മാറേണ്ടി വന്നു. ഇപ്പോൾ മുസ്ലിയാരങ്ങാടി മാഷാ 50ഓളം വിദ്യാർത്ഥികളുടെ ദർസിലാണ് നടത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകുക. റിസ്ക് എടുക്കാൻ ആർക്കും തയ്യാറല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നാണോ പണ്ടാണോ സമ്പത്ത് കുറവും കൂടുതലും? ഇന്ന് നമ്മളെ നാട്ടിൽ ചോറ് വെക്കാത്ത വീടുണ്ടാവില്ല. എന്നാൽ പണ്ട് എൻ്റെ വല്യപ്പൊക്കെ പറയാറുണ്ടേനി, എൻ്റെ വീട്ടിൽ തറവാട്ടിലുണ്ടേനി ഒരു പ്രത്യേക തരം ഒരു കുടം, ഒരു കുടം എന്നല്ല പറയുന്നത്, ഒരു ചെമ്പിൻ്റെ ഒരു കുടം. വല്യമ്മ അത് പ്രത്യേകം മാറ്റിക്കും. അത് എന്തിനാന്ന് ചോദിച്ചാൽ പറയും, വീട്ടിൽ അരി വെക്കുകയാണെങ്കിൽ, അതായത് ചോറ് എല്ലാ ദിവസവും വെക്കൂല, അധിക ദിവസവും കഞ്ഞിൻ്റെ വെള്ളമോ ചക്കയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചേമ്പും ചേനയൊക്കെ ഇട്ടിട്ട് തിന്നലാ. അപ്പൊ അരി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വെക്കുകയാണെങ്കിൽ ഒരു പിടി അരി അതിലേക്ക് ഇടണം, ഈ കുടത്തേക്ക് ഇടണം. അതെന്തേനി? ആ കുടത്തേക്കുള്ള അരി ആർക്കുള്ള? ദർസിലേക്കുള്ളതേനി. അങ്ങനെ പട്ടിണി കിടന്ന പണ്ടത്തെ നമ്മളെ ബാപ്പമാർ ഉമ്മമാർ നമ്മളെ മുൻഗാമികൾ ഈ ദീനിവിടെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ പ്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സംവിധാനം. ഇന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ ആലോചിക്കാറുണ്ട്, പടച്ചോനെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ ഇപ്പം ഈ കൊല്ലം 2ാം ക്ലാസ്സിലേക്ക് എത്തുക. ഓനക്ക് സത്യത്തിൽ ഖുർആൻ അറിയില്ല. ഈ ഒരു കൊല്ലം പഠിച്ചാൽ അടുത്ത കൊല്ലം ഞാൻ ഓനെ നോക്കിയാൽ ഖുർആൻ ഓൻ നോക്കി ഓതാൻ തുടങ്ങും. ആരാ പഠിപ്പിച്ചത്? മദ്രസയിൽ ഉസ്താദുമാരെ പഠിപ്പിച്ചു. ഈ ഉസ്താദുമാർ ആരുണ്ടാക്കിയതാ? നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഉമറാക്കള് ഓരോ മഹല്ലത്തിലും കഷ്ടപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ത്യാഗം. അന്ന് ത്യാഗം സഹിക്കാൻ ഉസ്താദുമാരും തയ്യാറേനി, നമ്മളും തയ്യാറേ. ഞാൻ ദർസിൽ പഠിച്ച് പൂനൂരിൽ ആദ്യം 2 കൊല്ലം ഓതി. പിന്നീട് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ മുക്കത്ത് ദർസിൽ അന്നാ ഞാനാണ് ഏറ്റവും വലിയ കുട്ടി, മറ്റുള്ളവർക്ക് ചെറിയ കുട്ടികളാണ്. അപ്പം എനിക്ക് ചെലവ് തന്നിരുന്ന വീട്ടിലേക്ക് നടക്കാൻ രാവിലെ 1.5 കിലോമീറ്റർ നടക്കണം. അങ്ങോട്ട് 1.5 കിലോമീറ്റർ, തിരിച്ചിങ്ങോട്ട് 1.5-3 കിലോമീറ്റർ വേണം 2 ദോശ തിന്നാൻ പോകാൻ. നടന്നു പോകണം. ഉച്ചയ്ക്ക് ഏകദേശം 1 കിലോമീറ്റർ, അങ്ങോട്ട് ഇങ്ങോട്ട് 2, അപ്പം 5 കിലോമീറ്ററായി.
രാത്രിയിൽ ഒരു 1/2 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ 6 കിലോമീറ്റർ നടന്നിട്ടേനി ഞാൻ ദർസ് പഠിച്ചിരുന്നത്. അന്ന് അങ്ങനെയും കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളൊക്കെ സഹിച്ച് പഠിച്ചതിൻ്റെ ഒരു വലിയ സൗഭാഗ്യമാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ കാണുന്ന ഈ സന്തോഷമെങ്കിൽ ഇന്നിപ്പോൾ അത് സാഹചര്യം മാറി. ദർസിൽ ഓതാൻ കുട്ടിലും കിട്ടുന്നില്ല, പോകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നമ്മളെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ആലോചിച്ച് ഒരു കോളേജ് സിസ്റ്റത്തിലേക്ക് എല്ലാം ഭൗതിക വിദ്യാഭ്യാസം, മതപഠന വിദ്യാഭ്യാസം ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ, ഭക്ഷണം ഒരു സ്ഥലത്ത്, വിദ്യാഭ്യാസം ഒരു സ്ഥലത്ത്, പഠനം ഒരു സ്ഥലത്ത്, എല്ലാം ഒറ്റ ഒരു കൊടക്കയിലാക്കിയിട്ട് മാറ്റി. അങ്ങനെ മാറ്റിയപ്പം അതിലേക്ക് പഠിക്കാൻ കുട്ടികളുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത്. നാട്ടുകാരോട് പറയാനുള്ളത്, ഇതിന് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം, ഇതിന് വേണ്ടി പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പ്രവർത്തനം, ഞാൻ എൻ്റെ സ്ഥാപനത്തിന് ഏത് പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴും സ്ഥാപനത്തിൻ്റെ വിജയത്തിന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു മാസത്തിൽ എൻ്റെ സ്ഥാപനത്തിൽ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം അത് ഒരിക്കലും അത് നിൽക്കില്ല, 3-3.5 ലക്ഷം റുപ്യ ഒരു മാസം ചെലവുണ്ട്. അത് ഈ കൊല്ലം മാഷാ അല്ലാഹ് 10-40ഓളം കുട്ടികൾ എക്സ്ട്രാ വന്നു, ഉസ്താദുമാരെണ്ണം കൂടി, അതുപോലെ തന്നെ എല്ലാ ചെലവും കൂടിയിട്ട് ഈ മാസം ഒരിക്കലും ഒന്നും ഒതുങ്ങൂല. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 50 ലക്ഷം റുപ്യകളോളം ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ശമ്പളത്തിന് വേണ്ടി മാത്രം വേണം. ഇത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇന്നേ വരെ ഒരാളെ മുമ്പിൽ കൈ നീട്ടാതെ മുന്നോട്ട് പോകുന്നത് ഓരോ ഉമ്മമാരുടെ പ്രാർത്ഥനയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഉമ്മമാരൊക്കെ ഈ പുണ്യമാക്കപ്പെട്ട സ്ഥാപനത്തിന് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ ഇതിവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ ഇത് മതിയാകും. എവിടെ രക്ഷപ്പെടാൻ? നമുക്കൊരാഖറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു. എത്ര സ്വത്തും സമ്പത്തുണ്ടെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകില്ല. എന്താ കൊണ്ടുപോകുക? എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വിശാലമായിട്ട് ഞാൻ ഇറങ്ങിയത്. 40 വിദ്യാർത്ഥികളെ കൊണ്ട് ദർസത്തുന്നൊരു ജ്യേഷ്ഠൻ എനിക്ക് 4 വർഷം, ഇപ്പോൾ 4ാമത്തെ ആണ്ടാണ് ഈ ദുൽഹിജ്ജ മാസം വരുന്നത്. 40 വിദ്യാർത്ഥികളുമായിട്ട് പടപ്പറമ്പിൽ ദർസെത്തുമ്പോൾ അജ്മീറിൽ പോയി യാത്ര പോയി തിരിച്ചു വരുമ്പോൾ ജ്യേഷ്ഠൻ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ഞാൻ കണ്ട സന്തോഷം, ജ്യേഷ്ഠൻ ദർസെടുത്തുമ്പോൾ മുതഅല്ലിമീങ്ങളോട് പറയാറുണ്ട്, ഇനി മക്കളെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഖബറിൽ നിങ്ങൾ തനിച്ചാക്കി പോകരുത്. ഞാൻ ഇതിലൂടെ ലക്ഷ്യം വെക്കണ ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ ഇന്നെ ഒറ്റയ്ക്ക് ഖബറിട്ട് പോകരുത് കേട്ടോ എന്ന് ഈ വിദ്യാർത്ഥികളോട് വസീയത്തായി ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാ. ചുരുക്കി പറഞ്ഞാൽ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. വല്ലാത്തൊരു സാഹചര്യം, ഞങ്ങളെ കുടുംബം മുഴുവൻ കണ്ണീരിലും വിഷമത്തിലും നിൽക്കുമ്പോൾ മയ്യത്ത് മറവ് ചെയ്തു. കുട്ടികൾ ഖബറും പുറത്ത് ഓതാൻ തീരുമാനിച്ചു. 40 മക്കളും ഓതാൻ തീരുമാനിച്ചപ്പം ഞങ്ങൾ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും പറഞ്ഞു, 40 ആളെ കൊണ്ട് ഓദിപ്പിക്കണ്ട, കാരണം 40 ആൾക്ക് ഏയ്സും തിന്നാൻ കൊടുക്കാനത്തെ ചെലവരും നിങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് 12 കുട്ടികൾ നിന്നോട്ടെ, ബാക്കിയുള്ള വിട്ടുപോയിക്കോട്ടെ ഇറങ്ങി. ഈ കുട്ടികൾ അവിടുന്ന് കണ്ണീരോടെ പറഞ്ഞ്, തന്നാനും കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോകൂല, ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദിന് 40 ദിവസം ഓതണം. ഞങ്ങൾക്കിവിടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 7 ദിവസം ഓതാൻ തീരുമാനിച്ച് 40 ദിവസം വരെ ഖബറുമുറത്തി കുട്ടികൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജ്യേഷ്ഠന് കിട്ടിയ ഏറ്റവും വലിയ മുതലത. ജ്യേഷ്ഠൻ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്, ജ്യേഷ്ഠൻ കഷ്ടപ്പെട്ടൊരു വാഹനം വാങ്ങിയിട്ടുണ്ട്. ഈ വാഹനം കൊണ്ടുപോയിട്ടില്ല, വീട് കൊണ്ടുപോയിട്ടില്ല, സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അത് കൊണ്ടുപോയിട്ടില്ല, വസ്ത്രം കൊണ്ടുപോയിട്ടില്ല, ചെരുപ്പ് കൊണ്ടുപോയിട്ടില്ല, ഒന്നുമില്ല. ആകെ ജ്യേഷ്ഠന് കിട്ടിയത് ഈ ദർസിലെ മുതഅല്ലിമീങ്ങളുടെ പ്രാർത്ഥനയും ദുആയും മാത്രമാ. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ ഞാനും നിങ്ങളും മരിച്ചു, വേറൊന്നും ഉണ്ടാവില്ല. ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കും, ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കും, ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കും. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വന്നത്, ഞങ്ങളെ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഉമ്മ എൻ്റെ മുമ്പിൽ വന്ന് കണ്ണീരോടെ പറഞ്ഞു, ഉസ്താദേ, 4 മക്കളുണ്ട്, 4 മക്കളും കള്ളുടിയന്മാരാ, എന്നെ നോക്കാറില്ല, ഉമ്മാന്ന് വിളിക്കാറില്ല, എന്നെ ഒരു സ്നേഹത്തോടെ പെരുമാറാറില്ല. ഞാൻ മരണപ്പെട്ട എൻ്റെ കുട്ടികൾ ഒരു ഫാത്തിഹ സൂറത്ത് പോലും എനിക്ക് ഓതുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ജീവിതകാലത്തിനെ നോക്കാത്തവരെങ്ങനെ മരിച്ച നോക്കാം? ഉറപ്പാ ഉസ്താദേ, എൻ്റെ കയ്യിൽ കുറേ പൈസയും സ്വത്തൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ആകെ ചെറിയൊരു സംഖ്യ ഉണ്ട്, ഇത് വലിയ സംഖ്യയായി നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ സ്ഥാപനത്തിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ആ ഉമ്മ തന്ന പൈസ തന്ന് ഞാൻ ആ ഉമ്മാക്ക് വേണ്ടി ദുആ കഴിഞ്ഞ് പോകുമ്പോൾ ആ പൈസ തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് 750 ഉറുപ്പ്യാണ് ആ ഉമ്മ തന്ന കവറിൻ്റെ അകത്തുള്ളത്. സത്യത്തിൽ ഉമ്മാന്റെ വർത്താനം കേട്ടാൽ
75,000 രൂപ തരുന്നത് പോലെയാണ് ഉമ്മയുടെ സംസാരം. എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു 750 ഉറുപ്പ്യാണോ? ഞാൻ പറഞ്ഞു ഇത് 750 ഉറുപ്പ്യല്ല. ആ ഉമ്മയുടെ കണക്കിൽ എൻ്റെ ആ ഉമ്മയുടെ കണ്ണെന്നൊലിച്ച കണ്ണീരിനെ പവരം നോക്കുകയാണെങ്കിൽ ഒരു 7 ലക്ഷം രൂപയുടെ വലിപ്പതിനുണ്ടെന്ന് പറഞ്ഞ് ആ ഉമ്മ അന്ന് പറഞ്ഞു പോയി. രണ്ടാമത്തെ ദിവസം ആ ഉമ്മ മരണപ്പെടുക. മരിക്കുന്ന സമയത്ത് വസിയത്തായിട്ട് പറഞ്ഞത്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ ഉസ്താദിനെ വിളിച്ചറിയിക്കണം, അവിടുത്തെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് എനിക്കൊന്ന് പ്രാർത്ഥിപ്പിക്കണേ എന്ന് കണ്ണുനീരോടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കാര്യമായിട്ടെടുത്തോളൂ. ഈ സ്ഥാപനം ഖുർആൻ പഠിക്കുന്ന മക്കളാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന കുട്ടികളാ. ഈ കുട്ടികൾക്ക് ചെലവിന് നമ്മൾ അരി ഉണ്ടാക്കുക. നമ്മൾ എല്ലാ കൊല്ലത്തെ അരി നമ്മൾ നോക്കുമ്പോൾ ഒരു ചാക്കരി ഒരു കൊല്ലത്തിലോ 2 കൊല്ലത്ത് കൂടുമ്പോഴും ഇടക്കിടക്ക് അരി മറ്റുള്ള ഓരോ സാധനങ്ങൾ എല്ലാം നമ്മൾ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഇതിവിടെ വിജയിപ്പിച്ചെടുക്കണം. ഈ ഉസ്താദുമാരെ പിറകിൽ നിങ്ങൾ കൂടിയിട്ട് നിങ്ങളെ എല്ലാ സപ്പോർട്ടും കൊടുക്കുക. വേറെ ലക്ഷ്യമൊന്നും കരുതണ്ട, ഒരു പേരും പ്രശസ്തിയും കരുതണ്ട. ലക്ഷ്യം ആഖിറമാകണം, പരലോകമാകണം. ഒറ്റ സംഭവം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മുത്തുനബിന്റെ പള്ളിയിൽ ദർസ് തുടങ്ങി. എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ സ്വഹാബത്തിന്റെ കയ്യിൽ ഭക്ഷണം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ഭക്ഷണം അന്ന് കിട്ടുന്നില്ല മദീനത്തെ പള്ളിയിൽ. ഒരു ദിവസം റസൂൽ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ ഒരു സ്വഹാബി ഒരു മുത്തഅല്ലിം എണീറ്റ് പറഞ്ഞു, നബിയേ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, എനിക്കിന്ന് ഭക്ഷണം വേണം നബിയേ എന്ന് പറഞ്ഞ്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി, ആരാണ് ഈ മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കുകയെന്ന്. ആരും എണീക്കണില്ല. വീണ്ടും ചോദിച്ച്, ആരും എണീക്കണില്ല. എന്തുകൊണ്ടാ? ആരെ വീട്ടിലുണ്ടാവൂല. വീണ്ടും ചോദിച്ചപ്പോ അബൂ തുൽഅ പറഞ്ഞു, നബിയേ ഞാൻ കൊണ്ടേക്കോളാം നബിയേ. അള്ളാഹുവിന്റെ റസൂൽ അബൂ തുൽഅ ആ മുത്തഅല്ലിമിനെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോ അബൂ തുൽഅന്റെ കൈക്കാലുകൾ വിറക്കുന്നുണ്ട്. എന്താ വിറക്കുന്നത്? വലിയ ധൈര്യത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടോന്ന് ഉറപ്പൊന്നുമില്ല. വീട്ടിലേക്ക് ചെന്നും സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിരുത്തി അബൂ തുൽഅ റളിയല്ലാഹു അൻഹു റൂമിന്റെ അകത്ത് പോയി ഭാര്യയോട് അസ്മാ ബീവിയോട് ചോദിച്ച്, അസ്മാ, ഹബീബായ റസൂലുള്ളാഹി മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കാൻ ആരുണ്ടോ ചോദിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അസ്മാ ബീവി പറഞ്ഞു, ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഒരാൾക്കുള്ള ഭക്ഷണേ ഉള്ളൂ, ഒറ്റൊരാൾക്കുള്ള ഭക്ഷണേ വീട്ടിലുള്ളൂ. ഇത് കേട്ടതും അബൂ തുൽഅന്റെ കൈകാലുകൾ വിറച്ചു, പൊട്ടി കരയാൻ തുടങ്ങി. അപ്പൊ ഉമ്മു സലം പറഞ്ഞു, അബൂ തുൽഅ നിങ്ങൾ വിഷമിക്കണ്ട, ആ ഭക്ഷണം ആ മുത്തഅല്ലിമിന് കൊടുക്കാം, അയാൾക്ക് കൊടുക്കാം, നമുക്ക് വേണ്ട പട്ടിണി കിടക്കാം. അപ്പൊ അബൂ തുൽഅ പറയാ, അതല്ല ഇവിടെ വിഷയം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്താ? ഭക്ഷണം കൊണ്ടുവന്നാൽ ഇപ്പൊ തലകയിൽ ഇട്ടിട്ട് 3 നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കലല്ലേ റസൂലുള്ളാഹിന്റെ ശിഷ്ടം. നമ്മൾ ഈ മുത്തഅല്ലിമിനെ കൊണ്ടുവന്നിട്ട് ഒറ്റക്ക് തിന്നാൻ കൊടുത്താൽ ആ മുത്തഅല്ലിം എന്താ കരുതാ? ഇവിടെ ഭക്ഷണം ഇത് മാത്രമേ ഉള്ളൂ എന്നാ മുത്തഅല്ലിം കരുതിയാൽ മുത്തഅല്ലിം വയറ് നിറച്ച് തിന്നൂല. മുത്തഅല്ലിം തിന്നാൻ സമാധാനം കിട്ടൂല. എന്ത് ചെയ്യും അബൂ ഉമ്മു സലമ? അപ്പൊ ഉമ്മു സലമ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഭക്ഷണം വിളമ്പി വെക്കും, നിങ്ങളും മോനും മൂപ്പര കൂട്ടത്തിൽ ഇരിക്കുക. തിന്നാൻ നേരത്തെ ഞാൻ ലൈറ്റ് അങ്ങോട്ട് ഓഫാക്കും. ലൈറ്റ് ഓഫാക്കിയാൽ ഈ പാത്രത്തിൽ കിടക്കുന്ന ഭക്ഷണം എത്ര ഉണ്ട് എന്ന് ആ മനുഷ്യൻ കാണൂല. എന്നിട്ടോ നിങ്ങൾ 2 പേര് തിന്നാൻ പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൈകളെ കൊണ്ട് ആംഗ്യം കാണിക്ക, വെറുതെ ഇങ്ങനെ ചവക്ക. നിങ്ങളെ മുമ്പിൽ കിടക്കുന്ന ഭക്ഷണം അയാളെ മുമ്പിലേക്ക് നീക്കി കൊടുക്ക. അയാള് ഒന്നും അറിയാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. ഉമ്മു സലമ അത് പറഞ്ഞപ്പോ അബൂ തുൽഅക്ക് ഭയങ്കര സന്തോഷവും. ഭക്ഷണം വിളമ്പി ലൈറ്റ് ഓഫാക്കി 3 ആളും ഇരുന്ന്, അബൂ തുൽഅ ഇരുന്ന്, മുത്തഅല്ലിം ഇരുന്ന്, മകനായിരിക്കുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു ഇരുന്ന് ലൈറ്റ് ഓഫാക്കി തിന്നാൻ പറഞ്ഞു. ഈ കുട്ടിക്ക് അറിയണില്ല ഈ തലയിൽ എത്ര ഭക്ഷണം ഉണ്ട് എന്ന്. ഭക്ഷണം കഴിച്ച് കുട്ടി നല്ലോണം വയറച്ച് കഴിച്ചു. അബൂ തുൽഅ തിന്നിട്ടില്ല, മകനും തിന്നിട്ടില്ല, ഉമ്മു സലമി തിന്നിട്ടില്ല. അങ്ങനെ വീട്ടുകാരനെ ദുആ ചെയ്ത് മുത്തഅല്ലിം പള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ 3 പേരും വീട്ടിൽ പട്ടിണിയ, പച്ചവെള്ളം കുടിച്ച് വീട്ടിൻ്റെ അകത്ത് 3 പേരും ഉറങ്ങാൻ കിടന്ന്. പക്ഷേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. തിരിഞ്ഞും മറഞ്ഞും കിടന്നു. അവസാനം അവർ രാത്രിയിൽ ഉറങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹിന്റെ ബാങ്ക് കേട്ടു. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് കേട്ടു. അബൂ തുൽഅ എണീറ്റു. വുളൂ ചെയ്തുകൊണ്ട് മോന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് പൊന്നുമോൻ പറയുന്നുപ്പാ, വിശപ്പ് കൊണ്ട് നടക്കാൻ കഴിയണില്ല,
എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല ഉപ്പാ എന്ന് പറഞ്ഞപ്പോ മോനെ കൊണ്ടുപോയിട്ട് ഇരുന്നും നടന്നു. അല്പം വൈകിട്ടാണെന്ന് പള്ളിയിലേക്ക് എത്തിയപ്പോൾ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തുനബിന്റെ പിറകിൽ ജമാഅത്തിൽ കൂടി നിസ്കാരം സലാം വീട്ടിയിരിക്കുന്ന റസൂലുള്ളാഹ് ദിക്റുകളും ദുആകളും കഴിഞ്ഞു. സുബ്ഹാന റബ്ബി. ഉമ്മമാരുപ്പമാരെ മറക്കല്ല, നിസ്കാരം സലാം വീട്ടിയിരിക്കുന്ന റസൂലുള്ളാഹ് ദിക്റും ദുആകളും കഴിയുന്നു. അന്ന് പതിവില്ലാതെ റസൂൽ എണീറ്റിങ്ങനെ പള്ളിയിലേക്ക് അങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോളാ അബൂബക്കർ തങ്ങൾ ചോദിക്കുന്ന നബിയേ, ആരെയാ നിങ്ങൾ നോക്കുന്നത്? റസൂലുള്ളാഹ് പറയുന്നു, ചോദിക്കുന്ന അബൂബക്കറെ, നമ്മൾ അബൂതുൽ പള്ളിയിലേക്ക് വന്നിട്ടില്ലേ? പള്ളിന്റെ ഏറ്റവും പിറകിലാണ് ബഹുമാനപ്പെട്ട അബൂതുൽ വൈകിട്ട ജമാഅത്തിനെത്തിയിട്ടുള്ളത്. അവിടുന്ന് പറയുന്ന നബിയേ, ഞാനിവിടെ ഉണ്ട് യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ റസൂലുള്ളാഹ് വിളിക്കുന്ന അബൂതുൽ ഐന്റെ അരികിലേക്ക് വാ. അബൂതുൽ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ അബൂതുൽ ഐനെ കണ്ടതും കെട്ടിപ്പിടിക്കുന്നു. മുത്തുനബി അതാ പൊട്ടിക്കരയുന്നു. ചോദിക്കുന്ന അബൂതുൽ വിശക്കുന്നില്ലേ നിങ്ങൾക്ക് അബൂതുൽ? എന്താ റസൂലേ നിങ്ങൾ അങ്ങനെ ചോദിക്കാ? ഇന്നലെ രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അബൂതുൽ. വീട്ടിനകത്തുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ ആ പാവപ്പെട്ട മുതഅല്ലിമിന് കൊടുത്തില്ലേ? നബിയേ, എന്റെ വീട്ടിനകത്ത് ഇന്നലെ രാത്രി നടന്ന സംഭവം ഞാനും എന്റെ മകനും എന്റെ ഭാര്യയുമല്ലാതെ വേറൊരാളും അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയേ? റസൂലുള്ളാഹ് പറയുന്ന അബൂതുൽ, അത് ഞാൻ മാത്രമല്ല അറിഞ്ഞത്, നിങ്ങൾ ആ രാത്രി ലൈറ്റ് ഓഫാക്കി ഭക്ഷണം മുതഅല്ലിമിന് കൊടുത്തില്ലേ? ഈ പ്രവർത്തനം അല്ലാഹ് ഇഷ്ടപ്പെട്ട അബൂതുൽ, അല്ലാഹു മലക്കളെ മൊത്തം വിളിച്ച് നിങ്ങളെ വീടിനെ കാണിച്ചു കൊടുത്തോ? അല്ലാഹു മലക്കളോട് നിങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോ മലക്കൾക്ക് നിങ്ങളൊന്ന് കാണാമല്ലാത്ത കൊതിയായി അവസാന റബ്ബിന്റെ സമ്മതം വാങ്ങി മലക്കള് ഇന്നലെ ഭൂമിയിലേക്ക് ഇറങ്ങി. ഇന്നലെ നിങ്ങളെ വീട്ടിന്റെ മുമ്പില് മലക്കുകൾ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. നിങ്ങളെ കയ്യൊന്ന് പിടിക്കാ മലക്കൾ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ചുംബനം തരാ. അവസാനം ഇറങ്ങി പോകുന്ന ബഹുമാനപ്പെട്ട മലക്കള് എന്നെ കണ്ട് ഈ രംഗം പറഞ്ഞതാണ് അബൂതുൽ. ഉമ്മമാരെ, ഇവിടെ ആരംഭിക്കുന്നത് അതുപോലത്തെ ഒരു പുണ്യമാക്കപ്പെട്ട ദർസാന കോളേജാണ്. സഹായിക്കണേ, കൊടുക്കണേ, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്താ അത്രയും റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു സ്വതക്കയാണ് ഇൽമിന് വേണ്ടി കൊടുക്കുന്ന സ്വതക്കയെന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കുക. ഇതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇതിവിടെ നടന്നു പോകണം. ഇൻഷാ നടക്കും, പരിപാടി നടക്കും. അത്ഭുതങ്ങളെ അള്ളാഹു നോക്കും, ഉറപ്പാ. അതിൽ നമ്മളും ഒരു പങ്കാളിത്തം ഉണ്ടാകുക. നമ്മൾ മരിച്ച് കിടക്കുമ്പോൾ എന്താ ബാക്കി? ഈ തിന്നതും കുടിച്ചതും കൊടുത്തതും ഒന്നും ഉണ്ടാവില്ല. ഇതിന് വേണ്ടി കൊടുത്തത് മാഷാ അല്ലാഹ് നമ്മളെ അക്കൗണ്ടിലേക്ക് പരലോകത്തേക്ക് വരും, ഉറപ്പാ. ഒരു കുട്ടി, ഒരു ഹിഫ്ള് പഠിക്കുന്ന കുട്ടി, ഒരു മാസത്തെ ചെലവെങ്കിലും ഓരോരുത്തർ ഏറ്റെടുത്ത് നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാണ്. അള്ളാഹു നമ്മളെ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുട്ടികൾക്ക് നാഫിയായ ഇൽമ അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ദുആർക്കാണ്. എല്ലാവരും ഇഖ്ലാസോട് കൂടെ നല്ല മനസ്സോട് കൂടെ നിങ്ങൾ ആമീൻ പറയാം. അള്ളാഹു നമ്മളെ പ്രാർത്ഥന കബൂലാക്കട്ടെ. ഇവിടെ സംഘാടകർ
നമ്മളോട് നമ്മൾ ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഒരുപാട് പേർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് പേര് ഇതിനെ സഹായിച്ചവരെല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഈ ഓഡിറ്റോറിയം പരിപൂർണമായിട്ട് സൗജന്യമായിട്ടാണ് നമുക്ക് ഒരുക്കി തന്നത്. അതേപോലെ ഭക്ഷണം, അതേപോലെ തന്നെ പായസം ഒക്കെ ഇവിടെ ഈ നാട്ടുകാർ ഒരുക്കി കൊടുത്തതാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. തിരിച്ചു തരാം. ഞങ്ങളെ കയ്യിൽ ദുആ അല്ലാതെ വേറൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ വേണ്ടി ദ്വാരക്കും. ഞാനും എൻ്റെ മജ്‌ലിസിലൊക്കെ ദ്വാരക്ക. ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വന്നപ്പോൾ അതൊക്കെ അറിഞ്ഞത്. ഏതാകട്ടെ അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും ഈ പരിപാടിയെ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞു. നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങല്ലേ, ഇവർ കമ്മിറ്റി പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് ഒരു 10 ചാക്കരി നമുക്ക് ഇവിടുന്ന് ഈ സ്ഥാപനത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ ഇവിടേക്ക് തുടങ്ങാൻ ഒരു ഊർജ്ജം ഉണ്ടാകും. 10 ചാക്കരി കൊടുക്കാൻ. ഒരു ചാക്കരിക്ക് 2500-2200 റുപ്യ ചിലവ് വരിക. അത് നിങ്ങൾ പെട്ടെന്ന് കൊടുക്കൊന്നും വേണ്ട, നിങ്ങൾ സൗകര്യം പോലെ ഇതുപോലെ കൊടുത്തു തീർത്താൽ മതി. അങ്ങനെ ആരെങ്കിലും നമുക്കൊരു ചാക്കരി നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ ഏറ്റും. രണ്ടാമത്തേതാരാ അത് എഴുതി വെക്കണമെന്ന് ഞങ്ങൾ കൊടുത്താൽ ഞാൻ അവർ പറഞ്ഞിട്ടല്ല, ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഒരു തുടക്കമാണല്ലോ ഒരു ചാക്കരി. അൽഹംദുലില്ലാഹ് ഒരാൾ ഏറ്റു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അബൂ തുൽഅ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സ്വർഗം നൽകുമാറാകട്ടെ. ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ ഓരോ ദിവസം ഓതുന്ന ഓരോ ഹർഫിൻ്റെ കൂലി അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും ഭാര്യക്കും മക്കൾക്കും കൊടുക്കണം റബ്ബേ. മരിക്കുന്ന സമയം ഉറക്കനെ കലിമ ചൊല്ലാനുള്ള ഭാഗ്യം കൊടുക്കും അല്ലാഹ്. ഒരു ചാക്ക, 2 ചാമ, രണ്ടാമത്തെ ചാക്കാരാണ്. നിങ്ങൾ സൗകര്യം പോലെ 2200 പേർ ചാക്കരിക്ക് വരിക. അത് നിങ്ങൾ സാവധാനങ്ങൾ കൊടുത്ത് തീർത്താൽ മതി. ഒരു 10 ചാക്ക് നമുക്ക് ഈ പുണ്യമാക്കപ്പെട്ട മജ്‌ലിസിൽ നിന്ന് ഒരു ഉമ്മ അൽഹംദുലില്ലാഹ് ഒരു ഉമ്മ 2 ചാക്കരി മാഷാ അല്ലാഹ് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കബൂലാക്കണമല്ലാഹ്, സ്വീകരിക്കണമല്ലാഹ്. ആ സഹോദരിക്കുമ്മാക്ക് സ്വർഗത്തിൽ വലിയ കൊട്ടാരം കൊടുക്കും അല്ലാഹ്, സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും അല്ലാഹ്. പടച്ചോനെ, നിന്റെ ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി തരാമെന്നേറ്റിരിക്കുന്ന ഉമ്മയുടെ ആ സ്വതക്ക നീ കബൂലാക്ക് അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ കുട്ടികൾ ഫാത്തിഹ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ കാണാതെ പഠിക്കുകയാ. ആ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയാ. പടച്ചവനെ, ആ ഉമ്മാക്ക് സ്വർഗത്തിൽ വലിയ കൊട്ടാരം നൽകും അല്ലാഹ്. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബർക്ക് അതിന്റെ കൂലി എത്തിച്ചു കൊടുക്കും അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 3 ചാക്കായി. 4മത്തേതാരാ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 4മത്തെ ഒരാളേറ്റു. 5മത്തേതാരാ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വേറെ സഹോദരൻ. ബിഹഖി ലാ റബ്ബ സിവാക അലാ മിൻ കുല്ലി ആഫാത്തിൻ ബലാ ലാ തിം മുസീബാത്തിൻ അലാ അൻ തഹ്മിയന്നി യാ അല്ലാഹ്. കബൂലാക്കണം അല്ലാഹ്, സ്വീകരിക്ക് അല്ലാഹ്. സ്വർഗം കൊടുക്കു അല്ലാഹ്, സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കു അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ കാണാതെ ഓതി പഠിക്കുന്ന കുട്ടികൾ ഓതുന്ന ഓരോ ഹർഫിന്റെ കൂലി ഖിയാമത്ത് നാൾ വരെ തന്നവരെ കിതാബിലേക്ക് എത്തിച്ചു കൊടുക്കു അല്ലാഹ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ തുൽഅ തങ്ങൾ, ഇവരോട് കൂടെ സ്വർഗം നൽകുക അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 6മത്തെ ആരുണ്ടോ? മാഷാ അല്ലാഹ് ഒരു സഹോദരൻ 6ആയി. 7മത്തെ നമ്മൾ തീർക്കാൻ പോകാം. 7മത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരു സഹോദരനായി. പെണ്ണുങ്ങളെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? 8 ഒരു സഹോദരി മാഷാ അല്ലാഹ് 8ആയി. 9മത്തെ അരി മാഷാ അല്ലാഹ് ആരാളുള്ളത്? ഒരു സഹോദരി അൽഹംദുലില്ലാഹ് 9മത്തെ ഒരു ചാക്കരി. 10മത്തെ ഒരു ചാക്ക് നമ്മൾ തുറക്കാൻ പോകാം. 10മത്തെ ഒരു ചാക്കരിയും കൂടെ നിങ്ങൾ സൗകര്യം പോലെ കൊടുത്താൽ മതി. ഈ സംരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ബർക്കത്തുണ്ടാകാൻ വേണ്ടിയാ. 10മത്തേത് ആരാ ഇരിക്കണത്? അല്ലാഹുവേ ഒരു സഹോദരിയും കൂടെ ഏറ്റു. ബിഹഖി ലാ റബ്ബ സിവാക അലാ മിൻ കുല്ലി ആഫാത്തിൻ ബലാ
لا تم مصيبات على أن تحميني يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله കബൂലാക്കണം അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഏറ്റിരിക്കുന്നു അല്ലാഹ്. സ്വർഗത്തിൽ വലിയ കൊട്ടാരം നൽകുക അല്ലാഹ്. സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കു അല്ലാഹ്. നിന്റെ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ഓതുന്ന ഓരോ ഹർഫിന്റെ കൂലി ഖിയാമത്ത് നാൾ വരെ ഇവരെ കിതാബിലേക്ക് അവർ ഉമ്മാനി ബാപ്പാന് കിതാബിലേക്ക് എത്തിച്ചു കൊടുക്കു അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആർക്കാണ് 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി. ആർക്കെങ്കിലും കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ മനസ്സ് കരുതിക്കോളി. പറയണമെന്നില്ല, നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. ഈ ഇരിക്കുന്ന ഉമ്മമാര് പറയാൻ പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാവും. ആരെങ്കിലും കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ മനസ്സ് കരുതിക്കോളി, കൂലി കിട്ടും. ഒരു 3 സ്വലാത്തും കൂടെ ബിഹക്കി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അർഹമുറാഹിമീനായ മനിക്കുൽ മുനൂക്കായ ഗഫൂറായ ഗഫാറായ റഹ്മാനായ റഹീമായ ഖാലിഖായ ബാരിആയ മുസമ്മിറായ അല്ലാഹ് ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണം റബ്ബേ. കബൂലാക്കണം റബ്ബേ. ഉത്തരം നൽകണം റബ്ബേ. ഒരുപാട് തെറ്റ് ചെയ്തവരാ തെറ്റുകൾക്ക് മാപ്പ് നൽകുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആക്ക് ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും വല്ലിമ്മാക്കും വല്ലിപ്പാക്കും ഈ ദുആകൾ സ്ഥാനം നൽകുക അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അല്ലാഹുവേ, ഞങ്ങൾ ഏട്ടന്മാർ അഞ്ചന്മാർ അഞ്ചത്തിമാര് ഭാര്യമാര് പെങ്ങന്മാര് സഹോദരി സഹോദരന്മാർ കുടുംബക്കാര് കൂട്ടുകാര് ബന്ധുക്കൾ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ അയൽവാസികളെ എല്ലാവർക്കും ഈ ദുആയിൽ സ്ഥാനം നൽകുക അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെ, അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ, ഞാൻ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒരുപാട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ദുആയിൽ സ്ഥാനം നൽകണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് രോഗമുള്ളവരാണ്. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. സർവ്വ രോഗികൾക്കും മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകുക അല്ലാഹ്. അല്ലാഹുവേ, നീ ശിഫ നൽകണം റബ്ബേ. ശിഫ നൽകണം റബ്ബേ. മാരകമായിരിക്കുന്ന ക്യാൻസർ പോലത്തെ രോഗം ഞങ്ങൾക്ക് ആർക്കും നൽകല്ല അല്ലാഹ്. വൃക്ക രോഗം നൽകല്ല അല്ലാഹ്. മഞ്ഞപ്പിത്തം നൽകല്ല അല്ലാഹ്. കീരി മുരിക്കുന്ന രോഗം നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളാ, ഞങ്ങളെ പ്രതീക്ഷ മൊത്തം ഞങ്ങളെ പൊന്നുമക്കൾ പേരക്കുട്ടികള് ഏട്ടന്മാർ അഞ്ചന്മാര് പെങ്ങന്മാര് മക്കളൊക്കെ നീ നല്ല മക്കളാക്കണമല്ലാ. ദുനിയാവിലും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണമല്ലാ. മക്കളെ കൊണ്ട് ഞങ്ങളെ മാനം കെടുത്തല്ല അല്ലാ. മക്കൾക്ക് നല്ല റാഹത്തുള്ള ജീവിതം നൽകുക അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കു അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കു അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കു അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കു അല്ലാ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വീട് നൽകണം റബ്ബേ. കല്യാണം നോക്കുന്ന ആണുങ്ങൾക്ക് നല്ല ഭാര്യമാരെ കൊടുക്കു അല്ലാ. കല്യാണം നോക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല സോനിഅത്തായ സോനിയായ ഭർത്താക്കന്മാരെ കൊടുക്കു അല്ലാ. കല്യാണം നോക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാരെ കൊടുക്കണം റബ്ബേ. കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരെ വീട്ടിൽ സന്തോഷമുള്ള ജീവിതം നൽകു അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകു അല്ലാ. ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകു അല്ലാ. മക്കയും മദീനയും കാണാതെ മരിപ്പിക്കല്ല അല്ലാ. ഹബീബായിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകു അല്ലാ.
അല്ലാഹുവേ പുണ്യമാകപ്പെട്ട പരിപാടിക്ക് വേണ്ടി സഹകരിച്ചിരിക്കുന്ന കമ്മിറ്റിക്കാരെ, നിന്റെ പ്രവർത്തകന്മാരെ, ഈ ഓഡിറ്റോറിയം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പടച്ചവനെ, ഈ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കൂ അല്ലാഹ്. ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഖൈറും ബർക്കത്തും അധികരിപ്പിച്ചു കൊടുക്കൂ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് സന്തോഷം നൽകു അല്ലാഹ്. ഇവിടെ കൂടിയവർക്ക് ഭക്ഷണം കൊടുത്തവരെ, പാകസം കൊടുത്തവരെ, വെള്ളം കൊടുത്തവരെ, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും മൈക്കസിറ്റ് കൊടുത്തവരെ, എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത നാട്ടുകാർക്ക് ഖൈറും ബർക്കത്തും റാഹത്തും നൽകു അല്ലാഹ്. സർവ്വലോക സ്വർഗത്തിൽ വലിയ കൊട്ടാരം നൽകണം റബ്ബേ. ഈ പുണ്യമാകപ്പെട്ട പരിപാടിയുടെ വിജയത്തിന് ബക്കറ്റിലേക്ക് പൈസട്ടവന്റെ സ്വതക്ക സ്വീകരിക്ക് അല്ലാഹ്, സ്വതക്ക കബൂനാക്ക് അല്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട മർക്കസുൽ ഉലമാ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കമ്മിറ്റിക്കാരെ, ബഹുമാനപ്പെട്ട ഉസ്താദമാർക്ക് ആഫിയത്തും ആരോഗ്യം നൽകു അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണം റബ്ബേ. ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെ കൂലിയോ ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഖബർക്ക് എത്തിച്ചു കൊടുക്കല്ലാ. ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കല്ലാ. ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് നടത്തിയിരിക്കുന്ന ദർസ് ഇന്ന് പല നാട്ടിലും ശിഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ആ ദർസിനൊക്കെ പുരോഗതിയിലേക്ക് എത്തിക്കുക അല്ലാഹ്. അവിടൊക്കെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ ഉഖറവിയായ ആലിമീങ്ങളാക്കല്ലാ. ആ ദർസിനൊക്കെ സഹായിക്കുന്ന ഓരോ മഹല്ലത്തിലെ പ്രവർത്തകന്മാർക്കോ അർഹമായിരിക്കുന്ന കൂലി കൊടുക്കുക അല്ലാഹ്. പടച്ചവനെ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ ഈ സംഘടന മർക്കസുൽ ഉലമാ, അതിലേക്ക് ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നൽകുക അല്ലാഹ്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദമാർക്ക് ആഫിയത്തും ആരോഗ്യം നൽകുക അല്ലാഹ്. ദീർഘായുസ്സ് കൊടുക്കണം റബ്ബേ. സിഹറന്മാരെ സിഹറിന്ന് കാക്കണം റബ്ബേ. കണ്ണന്മാരെ കണ്ണേറിന്ന് കാക്കണം റബ്ബേ. അസൂയക്കാരെ ഹസദിന്റെ ബുദ്ധിമുട്ടുന്ന് കാക്കണം റബ്ബേ. ശൈത്വാനിയത്തിന്റെ ഉപദ്രവങ്ങളെ തൊട്ട് കാക്കണം റബ്ബേ. ഈ വർഷം ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരെ ഹജ്ജ് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ തൗഫീക്ക് നൽകുക അല്ലാഹ്. ഭാഗ്യം നൽകുക അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ ഒരു സ്ഥാപനം കൊടുത്തിട്ടുണ്ട്, വഖഫ് ചെയ്തിരിക്കുന്ന ആളുകൾ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർക്ക് അതിന്റെ കൂലി എത്തിച്ചു കൊടുക്കല്ലാ. അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഈ നാട്ടിലെ മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഈ നാട്ടിലെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാർക്ക് ദീർഘായുസ്സ് കൊടുക്കു അല്ലാഹ്. ആഫിയത്ത് ആരോഗ്യം നൽകുക അല്ലാഹ്. ഈ പരിപാടിയുടെ കൂലി നാട്ടിലെ മഹല്ലത്തിൽ ഓരോ വീട്ടിലേക്കും എത്തിച്ചു കൊടുക്കു അല്ലാഹ്. അല്ലാഹുവേ, അവസാനം ചോദിക്കട്ടെ റബ്ബേ, കടക്കാരെ കടങ്ങൾ വെട്ടിക്കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടവരുണ്ട് പള്ളിക്കാട്ടിന്റെ ആറടി മണ്ണറയിലെ വല്യമ്മമാര്, വല്യപ്പമാര്, ഉമ്മമാര്, ബാപ്പമാര്, എല്ലാരെ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കു അല്ലാഹ്. വിശാലമാക്കി കൊടുക്കു അല്ലാഹ്. സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കു അല്ലാഹ്. മരണപ്പെട്ടു പോയ ഏട്ടന്മാര്, അഞ്ചന്മാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുടുംബക്കാര്, കൂട്ടുകാര്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, സ്നേഹിതന്മാർ, അയൽവാസികൾ, എല്ലാരെ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കു അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ ക്ലാസ് എടുക്കുന്ന എന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാറുള്ള എത്ര ഉമ്മമാരുപ്പമാര് മരണപ്പെട്ടു. എന്റെ കൂടെ ഉംറക്ക് വന്ന പലരും മരണപ്പെട്ടു. എന്റെ സ്ഥാപനത്തെ സഹായിച്ച പല ഉമ്മമാരുപ്പമാര് മരണപ്പെട്ടു. എല്ലാരെ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കു അല്ലാഹ്. വിശാലമാക്കി കൊടുക്കു അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം ഖബറിലേക്ക് തുറന്നു കൊടുക്കു അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാ. ഈ മഹല്ലത്തിൽ മരണപ്പെട്ട എല്ലാരെ ഖബർക്കും ഈ മജ്‌ലിസിന്റെ കൂലി എത്തിച്ചു കൊടുക്കു അല്ലാഹ്. ഞങ്ങളെ നാട്ടിൽ, ഈ നാട്ടിലൊക്കെ മരണപ്പെട്ടവരെ ഖബറിടം വിശാലമാക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിക്കും. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാ മരിക്കുന്നറിയില്ല. മരിക്കുന്നത് വരെ ഞങ്ങളെ ഒരാൾക്കും ഭാരമാക്കി വീട്ടിൻ്റെ അകത്ത് കിടത്തരുത് അല്ലാഹ്. മൂത്രം, കാഷ്ടം കുട്ടികളും മക്കളും വാരി വൃത്തിയാക്കുന്നൊരവസ്ഥ പഠിച്ചോനെ, കിടക്കുന്ന കട്ടുമ്മൽ വെച്ച് മൂത്രിക്കേണ്ട അവസ്ഥ വന്നാൽ ഒരാഴ്ച രണ്ടാഴ്ച മക്കൾ നോക്കും. പിന്നെ മക്കൾ പറയും മരിച്ചു കിട്ടിയാ നന്നായിരുന്നു എന്ന്. പഠിച്ചോനെ, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് അല്ലാഹ്. ആ
ആർക്കും ഞങ്ങളെ ഭാരമാക്കി വീട്ടിൻ്റെ അകത്ത് കിടത്തരുത് അല്ലാ. മരിക്കുന്ന സമയം, സക്കറാത്തിന്റെ സമയം, ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം വരുമ്പോ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനെ ഈ ദിക്ർ ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണം റബ്ബേ, ഈ ദിക്ർ ചൊല്ലി മരിപ്പിക്കണം റബ്ബേ. മരണപ്പെട്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മൂക്കും കണ്ണും കെട്ടിപ്പൊതിഞ്ഞ മയ്യത്ത് വീട്ടിൽ നിന്നിറക്കി 6 അടി മണ്ണറയിൽ പച്ച മണ്ണിലേക്ക് ഞങ്ങളെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ ഇറക്കി വെച്ച കബറിന്റെ അകത്ത് ഞങ്ങളെ ഇടുക്കരുത് അല്ലാ, ശിക്ഷിക്കരുത് അല്ലാ, പേടിപ്പിക്കരുത് അല്ലാ. റബ്ബേ, മണിക്കൂറുകൾ ഇവിടെ കാത്തിരുന്ന ഞങ്ങൾക്ക് ഇതിന് പകരം സ്വർഗം തരണമല്ലാ, സ്വർഗം തരണമല്ലാ, സ്വർഗം തരണമല്ലാ. ഈ കൂട്ടത്തിൽ ഒരാളെയും നീ നരകത്തിലാക്കല്ല അല്ലാ, നരകത്തിലാക്കല്ല അല്ലാ, നരകത്തിലാക്കല്ല അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈകൽ മസീർ. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.